coding. Yeah, okay. Yes, okay. Thank you. Okay. Sorry. Okay, thanks. ഇനി ഫോർത്ത് കേസ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സംഗതി ഇത്രേ ഉള്ളൂ. ചാർജഡ് പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഫോഴ്സ് എത്രയാ? നോക്കണ്ട, സീറോയാ. കാരണം QVB sin θ ആണ്. V0, റെസ്റ്റ് മീൻസ് V0, വെലോസിറ്റി സീറോ ആണ്. സോ വെലോസിറ്റി സീറോ ആകുമ്പോൾ ഫോഴ്സ് എത്ര ആയിട്ട് മാറും? സീറോ ആയിട്ട് മാറും. QVB, when V becomes zero, all the entire product will become zero. ആണോ? ഇത്രയും കേസ് നിങ്ങൾക്ക് കിട്ടിയോ? റിപ്പീറ്റ് ചെയ്യണോ? ഇത്രയും കൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും കാര്യം ഒന്നുകൂടെ പറയണേ, പറഞ്ഞേ. വേണ്ട സാർ, ക്ലിയർ. ഒന്നുകൂടെ പറയണ്ട സാർ, മുമ്പോട്ട് പോക്കോട്ടെ. അപ്പം മറക്കാൻ പാടില്ല, ഞാൻ ചില സാധനമൊക്കെ എംഫസിസ് ചെയ്ത് പറയും. ഈ എംഫസിസ് ചെയ്ത് പറയുന്ന സാധനമൊക്കെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുന്നു. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സുമായിട്ട് വന്ന ക്വസ്റ്റ്യൻസ് സാറ് കാണിച്ചു തരാം. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഓർത്തോളുക, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി പോയിന്റ്സ് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട. ഫസ്റ്റ് പോയിന്റ് എന്താ, ഞാൻ ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താ? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. സാർ എന്താ ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയാൻ കാര്യം? Q എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ വരുന്നുണ്ട്. അപ്പം Q സീറോ ആയി കഴിഞ്ഞാൽ, ചാർജ് സീറോ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന സാധനത്തിനൊന്നും there is no relevance. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് by a charged particle when it is moving through a magnetic field. അതൊരു പോയിന്റ്. പിന്നെ ഇതിന്റെ എക്സ്പ്രഷൻ FB is equal to Q into V cross B, അല്ലെങ്കിൽ FB is equal to QVB sin θ. രണ്ട് പോയിന്റ് കിട്ടി. പിന്നെ ഇതിന്റെ 4 പോസിബിൾ കേസസ്. പാരലൽ ആയിട്ട് പോകുന്നു, ആന്റി പാരലൽ ആയിട്ട് പോകുന്നു, ഫോഴ്സ് സീറോ ആകുന്നു. അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ചാർജ്, അപ്പൊ ഫോഴ്സ് സീറോ ആകുന്നു. അല്ലെ 270 ഡിഗ്രി വരുന്നു, അപ്പൊ മൈനസ് QVB വരുന്നു. ഓക്കെ, അല്ലെ 90 ഡിഗ്രി വരുന്നു, അപ്പൊ QVB ആവുന്നു, മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ആവുന്നു. ഇങ്ങനെ അപ്പൊ ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ ആകെ ഇത്രയും പോയിന്റ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീകളക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഐഡിയ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് കരുതുകയാണ്. പലപ്പോഴും നമ്മുടെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഡൈമെൻഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡൈമെൻഷൻ എത്രയാണ്? ആർക്കെങ്കിലും പറയാമോ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡൈമെൻഷൻ. രണ്ട് കാര്യങ്ങളും ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് ചോദിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്നായിരിക്കില്ല ചോദിക്കുക. എക്സാമിനേഷൻ, എൻട്രൻസ് എക്സാമിനർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ SI യൂണിറ്റ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ SI യൂണിറ്റ് ഒരു സംശയം വേണ്ട, ടെസ്ലയാണ്. ടെസ്ല കേട്ടോ, ടെസ്ല ആരായിരുന്നു? ഹൂ വാസ് ടെസ്ല? നിക്കോള ടെസ്ല is the one who worked hard for magnetism. മാഗ്നറ്റിസത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളാണ് ആര്? ടെസ്ല ആരായിരുന്നു? സെർബിയൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്നു. സെർബിയൻ അമേരിക്കൻ സയന്റിസ്റ്റ് ആയിരുന്നു നിക്കോള ടെസ്ല. ഓക്കെ, അതുപോട്ടെ, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റെലവന്റ്. പക്ഷെ യൂണിറ്റ് ഓർത്ത് വെക്കുക, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ SI യൂണിറ്റ് ടെസ്ലയാണ്. എനിക്ക് വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷനാണ് എനിക്ക് വേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടോ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി, സൈൻ തീറ്റ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. F is equal to അല്ലെ FB is equal to QVB sin തീറ്റ നമ്മൾ പറഞ്ഞല്ലോ. ഈ സൈൻ തീറ്റ സാർ എടുക്കുന്നില്ല, കാര്യം സൈൻ തീറ്റയ്ക്ക് എന്തായാലും ഡയമെൻഷൻ കൊടുക്കാൻ പറ്റത്തുള്ളത് എടുക്കുന്നില്ല. അപ്പൊ FB is equal to QVB എടുത്താൽ മതി. ഇവിടെ B ആണല്ലോ മാഗ്നറ്റിക് ഫീൽഡ്. B is equal to FB by QV എന്ന് വരും അല്ലെ. F എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ പറഞ്ഞ്, ഫോഴ്സിന്റെ F ഈക്വൽ ടു MA ആണ്. സോ MLT⁻² വരുമോ? ജസ്റ്റ് എ സെക്കൻഡ്. MLT⁻² വരും ഫോഴ്സിന്റെ. ചാർജിന്റെ എന്ത് വരും? Q ആണ് ചാർജ്. നിങ്ങൾക്ക് അറിയാം I is equal to Q/T എന്നറിയാമല്ലോ. അപ്പൊ Q is equal to IT എന്നറിയാം അല്ലെ. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഐയുടെ ഡയമെൻഷൻ I എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ചില ബുക്കിലൊക്കെ ആംബിയർ നടത്തം വരത്തൊക്കെ ഇതിൽ A യൂസ് ചെയ്തിട്ടുണ്ട്, ടൈമിന് T. അപ്പൊ ഞാനിവിടെ A ആണ് യൂസ് ചെയ്യുക. ചില ഓപ്ഷനിൽ I ആണെങ്കിൽ ഒരു സീനും ഇല്ല.
ഇൻ കേസ് കറണ്ടിനെ ഡയമെൻഷൻ എഴുതിയ സമയത്ത് ആ എഴുതിയ ആൾ ഐ ആണ് യൂസ് ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല, ഐ യൂസ് ചെയ്യാറുണ്ട്. കറണ്ടിന് ഐ തന്നെ ഡയമെൻഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. എ ക്യാൻ ഓൾസോ ബി യൂസ്ഡ്. സോ ക്യൂവിന്റെ ഡയമെൻഷൻ AT ആണ്, AT ആണല്ലോ. ക്യൂ ഇസ് ഈക്വൽ ടു IT ആണ്. ഡയമെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആംബിയറിന്റെ A കൊടുത്തു, ടൈമിന്റെ T കൊടുത്തു. സോ ഇറ്റ് ഈസ് AT വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് എല്ലാം. B എന്ന് പറയുമ്പോൾ വെലോസിറ്റി, LT raised to -1. സോ വാട്ട് വിൽ ഹാപ്പൻ? L ഗോട്ട് ക്യാൻസൽഡ്. ഈ L ഉം ഡയറക്ട്ലി ക്യാൻസൽ ആയി പോകും. ഈ Tയും ഈ T raised to -1 ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചം ആരുണ്ടോ നോക്കിയേ, ഒരു M ഉണ്ട്, ആണോ? ഒരു M ഉണ്ട്. L ഇല്ല എന്ന് കാണിക്കാനായിട്ട് L raised to 0 എന്ന് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. L raised to 0. പക്ഷെ എൻട്രൻസ് ഓപ്ഷനകത്ത് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഒരു T raised to -2 കിടപ്പുണ്ട്. താഴത്തെ A മുകളിലോട്ട് പോകുമ്പോൾ A raised to -1 എന്ന് വരും. So you will get the answer as M, L raised to 0, T raised to -2, A raised to -1. This is a dimension of magnetic field. ഒന്നുകിൽ ബൈ ഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ പഠിക്കുക. ചെയ്ത് ബൈ ഹാർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കുക. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് വേണം, SI യൂണിറ്റും വേണം, ഡയമെൻഷനും വേണം. ഒരിക്കലും നമ്മുടെ എൻട്രൻസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ന്യൂട്ടൺ പെർ മീറ്റർ പെർ ആംബിയർ ഈക്വൽസ് ഡാഷ്. ന്യൂട്ടൺ പെർ മീറ്റർ പെർ ആംബിയർ എന്തിനു തുല്യമാകുന്നു? ആർക്കെങ്കിലും പറയാമോ? ഈയിടെയായിട്ട് അങ്ങനത്തെ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ CBSE സിലബസ് ഒക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ, അതായത് +2 കഴിഞ്ഞ ആൾക്കാരാണല്ലോ മിക്കവാറും. ബോർഡ് കുറെ ക്വസ്റ്റ്യൻസ് ഇത്തവണ തന്ന കൂട്ടത്തിൽ ഒരു ചോദ്യം കണ്ടായിരുന്നു നിങ്ങൾ, ജൂൾ പെർ കുളംബ് ഈസ് ഈക്വൽ ടു ഡാഷ്. കണ്ടായിരുന്നോ? ജൂൾ പെർ കുളംബ് ഈസ് ഈക്വൽ ടു ഡാഷ്. ശരിക്കും പറഞ്ഞാല് നിങ്ങൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സാധനം V ഈസ് ഈക്വൽ ടു W/Q പഠിച്ചതാ അല്ലെ? ഈ W ആണല്ലോ ജൂള്, താഴെ അപ്പൊ ജൂൾ പെർ കുളംബ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ആണ്, വോൾട്ട് അവർ ഉദ്ദേശിച്ച ആൻസർ കേട്ടോ. ജൂൾ പെർ കുളംബ് എന്തിന് ഈക്വൽ ആവുന്നു? വോൾട്ടിന് ഈക്വൽ ആവുന്നു. ജൂൾ പെർ കുളംബ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണെന്നാ ചോദിച്ചേക്കുന്നത്. അതുപോലെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഡാഷ്. നിങ്ങൾ കണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഡാഷ് ആണ്. കുറെ ഓപ്ഷൻസ് ഉണ്ട്, പറയാമോ? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താ? നിങ്ങൾ ഫസ്റ്റ് ഇയറിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പഠിച്ച സമയത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചായിരുന്നു, സ്ട്രെസ്സും സ്ട്രെയിനും പഠിച്ചായിരുന്നു. അപ്പൊ ഒരിക്കൽ എൻട്രൻസ് എക്സാമിനർ ചോദിച്ച ചോദ്യമാണ്, സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഡാഷ്. ആർക്ക് ഉത്തരം പറയാം? കുഞ്ഞുങ്ങളെ, സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ ആണ് കേട്ടോ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാലും എന്താ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് പ്രഷർ. സ്ട്രെസ് വേറൊന്നുമല്ല, പ്രഷർ തന്നെയാണ്. രണ്ടും ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? മാത്തമാറ്റിക്കലി ഒന്നാന്ന് പറഞ്ഞാൽ സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോകെ കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പൊ ഇവിടെ ഇപ്പോ സാറ് വെറുതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഫോഴ്സിന്റെ SI കൊണ്ട് പറഞ്ഞ് ന്യൂട്ടൺ, ഇവിടെ എഴുതുവാണ് ന്യൂട്ടൺ. ചാർജിന്റെ പറഞ്ഞ് കുളംബ്. വെലോസിറ്റി പറഞ്ഞ് മീറ്റർ പെർ സെക്കൻഡ്, ആണല്ലോ. ഈ കുളംബ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമോ? കുളംബ് മീറ്റർ ഇല്ല, ഇതിനെല്ലാം മുകളിലോട്ട് എന്താ പറയാ? ലോറൻസ് ഫോഴ്സ് അല്ലേ? നോർമൽ ഫോഴ്സ് ആണോന്നോ? അല്ല, ലോറൻസ് ഫോഴ്സ് അല്ലേ ഇത്? അല്ല, മാഗ്നറ്റിക് ഫീൽഡ് അല്ല സാറേ ഇത്? ഇപ്പൊ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതല്ലേ? അതെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ സാർ എഴുതിയേക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയമെൻഷൻ എഴുതിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കണ്ടതങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ യൂണിറ്റ് എഴുതുക സാർ. ഈ B is equal to F/QB എന്ന് എഴുതിയില്ലേ? F/QB എന്ന് എഴുതിയില്ലേ? അതിന്റെ യൂണിറ്റ് എഴുതുക. ഫോഴ്സിന്റെ ന്യൂട്ടൺ അല്ലേ? അല്ലേ? ചാർജിന്റെ കുളമ്പ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ന്യൂട്ടൺ, ഇതൊരു ചോദ്യമായിരുന്നു. ന്യൂട്ടൺ ഈ കുളമ്പ് മേലെ പോകുമ്പോ എന്ത് വരും? കുളംബ് റേസ് ടു -1. മീറ്റർ മേലെ പോകുമ്പോഴോ മീറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1. ഇതും ചോദിച്ചിട്ടുണ്ട്. ഇതെന്തിന് ഈക്വലാ?
മാഗ്നറ്റിക് മാഗ്നറ്റിക് ഫീൽഡ്. ഫീൽഡ്. ഇത് ടെസ്ലയ്ക്ക് ഈക്വൽ ആന്ന് വേണം പറയാൻ. ഇത് യൂണിറ്റ് അല്ലേ കുഞ്ഞുങ്ങളെ? ഇത് യൂണിറ്റ് അല്ലേടോ? ഈ യൂണിറ്റിനെ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേര് തന്നെയാണ് എന്ത്? എന്ത്? ടെസ്ല. ഇത് ടെസ്ല തന്നെയാണ്. ഇത് ഇൻ ഇഫക്ട് ടെസ്ല തന്നെയാണ്. സാർ ഇവിടെ ടെസ്ല എന്ന് എഴുതിയപ്പോഴേ ഞാൻ മനഃപൂർവ്വം എഴുതിയാണ്. ടെസ്ല എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ ഇവിടെ? കണ്ടോ? കണ്ടു സാർ. ടെസ്ല എന്ന് എഴുതിയപ്പോ സാറോട് ഒരു മനഃപൂർവ്വം ഒരു തെറ്റ് വരുത്തി. എന്താ അത്? ടി സ്മോൾ ലെറ്റർ വേണം. ടി ടെസ്ലയുടെ ടി. സ്മോൾ ലെറ്റർ വേണം, നിർബന്ധമാണ് കേട്ടോ. ഞാൻ നിങ്ങളത് ആരെങ്കിലും കണ്ടുപിടിച്ച് പറയുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ എഴുതിയതാണ്. ടെസ്ല എന്ന് എഴുതുന്ന സമയത്ത്, അതായത് ഒരു സയന്റിസ്റ്റിന്റെ പേരിൽ തുടങ്ങുന്ന യൂണിറ്റ് എഴുതുമ്പോ ഇനിഷ്യൽ ലെറ്റർ മസ്റ്റ് ബി സ്മോൾ, നിർബന്ധമാണ്. സിമ്പിൾ മാത്രമാണ് ക്യാപിറ്റൽ. നമ്മൾ കരുതും നൗൺ ഒക്കെ എഴുതുമ്പോൾ നൗൺ സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ. പക്ഷെ ഇൻ ഫിസിക്സ് ഇഫ് യു ആർ റൈറ്റിംഗ് ദ യൂണിറ്റ്, ഇഫ് ദ യൂണിറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നെയിം ഓഫ് എ സയന്റിസ്റ്റ്, യു ഹാവ് ടു യൂസ് ദ ഇനിഷ്യൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം കേട്ടോ. ഇനിഷ്യൽ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതുപോലെ തന്നെ വേറൊരു നിർബന്ധമായിട്ട് എൻട്രൻസുകാർ ഓർത്ത് വെക്കേണ്ട കാര്യം, നിങ്ങൾ കോമ്പൗണ്ട് യൂണിറ്റ് എഴുതുന്ന സമയത്ത് കോമ്പൗണ്ട് യൂണിറ്റ്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. കുറച്ചു കാലം മുമ്പ് ചോദിച്ച വേറൊരു ചോദ്യമാണ്. Find the odd one, find the wrong one according to the usage of unit. യൂണിറ്റിന്റെ യൂസേജിൽ തെറ്റായ ഒരെണ്ണം ഉണ്ട് ഓപ്ഷനകത്ത് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് എല്ലാം സാർ ഓർക്കുന്നില്ല. സ്ലഗ്, മൈക്രോൺ, CSL, ന്യൂട്ടൺ മീറ്റർ. ഇങ്ങനെയാണ് ചോദ്യം. ഇത് വളരെ പഴയ ചോദ്യമാണ്, ഒത്തിരി പഴയ, ഒരു 10 years ബാക്ക് ഉള്ള ചോദ്യമാണ്. ഇതിനകത്ത് നിങ്ങൾ ഒരു തെറ്റുണ്ട്. തെറ്റല്ല, യൂണിറ്റുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇതിൽ ഒരു യൂണിറ്റ് തെറ്റാ. Which is a unit? Slug, micron, CSL, Newton meter. ന്യൂട്ടൺ മീറ്റർ ഒക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാം, ടോർക്കിന്റെ SI ഉണ്ടെന്നൊക്കെ അറിയാം. പറയാമോ ഇതിനകത്ത് റോങ് വൺ ഏതാ? റോങ് വൺ ഈസ് ദ റൈറ്റ് വൺ ഫോർ അസ്. ഫൈൻഡ് ദ റോങ് വൺ ആണ് ചോദ്യം. ദാറ്റ് ഈസ് റൈറ്റ് ഫോർ അസ്. സോ വിച്ച് ഈസ് ആൻസർ? മൈക്രോൺ. മൈക്രോണാ. കാരണം പറയാമോ? തിക്നെസ്സിനെയൊക്കെ അളക്കാൻ സാധാരണ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ. പ്ലാസ്റ്റിക് ബാഗിനകത്തൊക്കെ 50 മൈക്രോൺ എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട് അല്ലേ? ഈ മൈക്രോൺ അല്ലെന്ന്, മൈക്രോൺ എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ? ജോസഫ്. ജോസഫ് ആണോ? ജോസഫ്. ഓക്കെ. ഈ മൈക്രോൺ നല്ല ജോസഫ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? കടനാട് സെന്റ് സെബാസ്റ്റ്യൻസ് HSS. സെന്റ് സെബാസ്റ്റ്യൻസ്. അപ്പൊ ഈ മൈക്രോൺ നല്ലാതെ നിങ്ങൾക്ക് ഏത് ആൻസറും പറയാം കേട്ടോ. ഏത് ആൻസറും പറയാൻ കുഴപ്പമൊന്നുമില്ല. എൻട്രൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, എൻട്രൻസിന്റെ ഓപ്ഷൻസിന്റെ പ്രത്യേകത എന്താ? എല്ലാം ശരിയാന്ന് നമുക്ക് തോന്നും. ഇപ്പൊ എന്റെ ശരി ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാവണം എന്നില്ല, നിങ്ങളുടെ ശരി എനിക്ക് ആവണം എന്നില്ല. മിക്കവാറും എൻട്രൻസിന്റെ ഓപ്ഷനകത്ത് ഒരു ആൻസർ ബെസ്റ്റ്, 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഒരു ആൻസർ ബെസ്റ്റ് ആൻസർ ആയിരിക്കും, ഒരു ആൻസർ ബെസ്റ്റ് ആൻസർ ആയിരിക്കും, വേറൊരു ആൻസർ ഗുഡ് ആൻസർ ആയിരിക്കും, വേറൊരു ആൻസർ അപ്രോപ്രിയേറ്റ് ആൻസർ ആയിരിക്കും, പിന്നെ ഒരെണ്ണം എന്തായിരിക്കും? റോങ് ആൻസർ ആയിരിക്കും. അങ്ങനെ പല രീതിയിലാണ് കണ്ടുവരിക, മിക്കവാറും കണ്ടുവരിക. നിങ്ങൾ എന്നാണ് എനിക്ക് എന്തൊക്കെയോ മെസ്സേജ് ഇടുന്നുണ്ടല്ലേ? ഒരു സെക്കൻഡ്. ഓ, SR എന്നാണോ? അതാണോ മെസ്സേജ്? ഓക്കെ. ഓക്കെ, പറ. അപ്പൊ ഞാൻ ചോദിച്ച ഇത്രമേ ഉള്ളൂ. എന്തോ ഞാനിപ്പോ പറഞ്ഞേ? സാർ എന്തോ പറഞ്ഞേ? എൻട്രൻസിന്റെ ഓപ്ഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു ആൻസർ മിക്കവാറും ബെസ്റ്റ് ആൻസർ ആയിരിക്കും, ഒരെണ്ണം റോങ് ചിലപ്പോൾ വരും, ഒരെണ്ണം ഗുഡ് ആൻസർ കാണും, ഒരെണ്ണം ചിലപ്പോൾ അപ്രോക്സിമേറ്റ് ആൻസർ കാണും. അങ്ങനെ കുറെ പോസിബിലിറ്റിയിലാണ് എക്സാമിനർ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. ആൻഡ് വി നീഡ് ദ ബെസ്റ്റ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് ആൻസർ. നമുക്ക് എല്ലാത്തിൽ നിന്നും വേണ്ടത് ഏതാ? ബെസ്റ്റ് ആൻസർ ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ പറഞ്ഞത്? ബെസ്റ്റ് ആൻസർ മാത്രമേ റിവാർഡ് ചെയ്യപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ അവാർഡ് ചെയ്യപ്പെടത്തുള്ളൂ, മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് ആൻസർ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ എന്റെ ചോദ്യം, ഈ ഓപ്ഷൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലെ? ഈ ഓപ്ഷൻ നിങ്ങൾ കണ്ടായിരുന്നോ? സ്ലഗ് കണ്ടു, മൈക്രോൺ കണ്ടു, CSL കണ്ടു, ന്യൂട്ടൺ മീറ്റർ കണ്ടു. ഇതിൽ ഏതാ റോങ് എന്നാ ഞാൻ ചോദിച്ചത്. ഒരാൾ എന്നോട് മൈക്രോൺ എന്ന് പറഞ്ഞു. മൈക്രോൺ അല്ലാതെ വേറെ ഏതെങ്കിലും പോസിബിൾ ആൻസർ ഉള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. മൈക്രോൺ അല്ലാതെ മറ്റെന്തെങ്കിലും പോസിബിലിറ്റി ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ പറയാം. ജോസഫ്, എന്താ മൈക്രോൺ എന്ന് പറയാൻ കാരണം എന്താ? ചുമ്മാ പറഞ്ഞ.
ചുമ്മാ കറക്കി കുത്തിയതാ, വെറുതെ എറിഞ്ഞു നോക്കിയതാ അല്ലേ? Ah, കണ്ടോ, ജോസഫ് ഉള്ള സത്യം അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ശരി, നിങ്ങൾക്ക് പറയാം. യു ഹാവ് ദ ഫ്രീഡം ടു ആൻസർ ചെയ്യാം ആൻഡ് വി ക്യാൻ ഡിസ്കസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദിസ് ഇസ് എ പ്രോസസ്. നമ്മൾ പഠിക്കാൻ വന്നിരിക്കുമ്പോൾ ഇതൊരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ്. ദ റെസ്പോൺസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോൾ ഷട്ടിൽ കളിക്കാൻ പോകാന്ന് കരുതുക. ഷട്ടിൽ കളിക്കാൻ പോകുന്നവർക്ക് അറിയാം, ഒരാൾ ഇപ്പുറത്തുനിന്ന് നല്ലപോലെ കളിക്കുന്നുണ്ട്, മറ്റേ അപ്പുറത്തേക്ക് ആൾക്ക് കളി അറിയത്തില്ല, അയാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കരുതുക. അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? കുറച്ചു നേരം കഴിയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആളങ്ങ് വിഷമിക്കും, അയാൾക്ക് കളി ഭയങ്കര ബോറായിട്ട് തോന്നും. കാരണം എന്താ, നമ്മൾ അങ്ങോട്ട് തട്ടി കൊടുക്കുമ്പോൾ അവൻ ആ കോർക്ക് താഴെ ഇട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഒരു സൈഡിൽ നിൽക്കുന്ന ആളുടെ കളി എന്ത് ചെയ്യും, മടുക്കാനായിട്ട് ഇട വരും. ഇറ്റ്സ് എ ഷട്ടിൽ ഗെയിം. നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്ത് പോകാന്നുണ്ടെങ്കിൽ the process will become more interactive and the process will become more interesting. Okay, anyway, tell me, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? സ്ലഗ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്ലഗ് ഈ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല സാറേ എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് മാനക്കേടൊന്നുമില്ല. ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല. എല്ലാം ഇപ്പൊ നമ്മൾ കേട്ടിരിക്കുക. ഇല്ല, സ്ലഗ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. സ്ലഗ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മാസ് ആണ്. നമ്മുടെ ഇപ്പൊ പ്രചാരത്തിലൊന്നുമില്ല, എന്നാൽ പണ്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു മാസിന്റെ യൂണിറ്റ് തന്നെയാണ് സ്ലഗ്. പോട്ടെ, അപ്പൊ സ്ലഗ് ഒരു യൂണിറ്റ് അല്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. സ്ലഗ് യൂണിറ്റ് തന്നെയാണ്. സ്ലഗിനെ സ്ലഗ് എന്നേ എഴുതാൻ പറ്റുള്ളൂ, അതിന് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അടുത്ത ഓപ്ഷൻ എന്തായിരുന്നു? മൈക്രോൺ. മൈക്രോണും യൂണിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. CSL എന്താ? CSL എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അറിയില്ല സാർ. എന്തുപോലെ? അല്ല, അറിയത്തില്ല സാർ. വെരി ഗുഡ്. CSL എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർ ലിമിറ്റ്. CSL തന്നെയാണ് പറയുന്നത്, ഷോർട്ട് ഫോം ആണ്, അക്സെപ്റ്റഡ് ഷോർട്ട് ഫോം ആണ്. ചന്ദ്രശേഖർ ലിമിറ്റ് എന്നുള്ളത് മിക്കവാറും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനത് CSL തന്നെയാണ് എഴുതുക. ചന്ദ്രശേഖർ ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം, 1.4 ടൈംസ് സോളാർ മാസ്. മാസിന്റെ യൂണിറ്റാ, ഒരു തെറ്റുമില്ല. പിന്നെന്താ, ന്യൂട്ടൺ മീറ്റർ ആണോ തെറ്റിയത്? ന്യൂട്ടൺ മീറ്റർ ആണോ പിന്നെ തെറ്റിയത്? ഇപ്പൊ ഇതിനകത്ത് അപ്പം ഏതാ പിന്നെ ശരി? ഏതാ തെറ്റ്? തെറ്റാണല്ലോ നമ്മുടെ ശരി. തെറ്റ് കണ്ടുപിടിക്കുമ്പോഴാണല്ലോ നമ്മുടെ ശരിയാവുന്നത്. സ്ലഗ് ആണോ? സ്ലഗ് ആണോ? ന്യൂട്ടൺ മീറ്റർ ആണോ? അവിടെ തെറ്റിപ്പോയ യൂണിറ്റ് ന്യൂട്ടൺ. ഇതായിരുന്നു നമ്മുടെ റൈറ്റ് ആൻസർ. അതായിരുന്നു യൂസേജ് ഓഫ് യൂണിറ്റ്സിൽ തെറ്റായിട്ട് വന്നത് ന്യൂട്ടൺ മീറ്റർ. കാരണം എന്താന്ന് ചോദിച്ചാൽ, ന്യൂട്ടൺ മീറ്റർ ഈസ് എ കോമ്പൗണ്ട് യൂണിറ്റ്. ന്യൂട്ടൺ എന്നും മീറ്റർ എന്നും പറയുന്ന രണ്ട് യൂണിറ്റ് ചേർന്നുണ്ടായ ഒരു കോമ്പൗണ്ട് യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ആണോ അല്ലയോ? കോമ്പൗണ്ട് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ യൂണിറ്റ്. ഒന്നിലധികം യൂണിറ്റ് എഴുതുന്ന സമയത്ത് there is a rule. ഞാൻ അതുകൊണ്ട് തന്നെ ചേർത്ത് എഴുതിയത്. എക്സാമിനറും വളരെ ചേർത്താ ഇത് പ്രിന്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അതായത് ന്യൂട്ടൺ മീറ്റർ ഈസ് എ കോമ്പൗണ്ട് യൂണിറ്റ്. വൈൽ റൈറ്റിംഗ് എ കോമ്പൗണ്ട് യൂണിറ്റ് യു ഹാവ് ടു ഐദർ ലീവ് എ സ്പേസ്, അതിനേക്കാളും യു ഹാവ് ടു പുട്ട് എ ഡോട്ട്. ഈ ഡോട്ടാ നോക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതുമ്പോൾ ഇടയിൽ എന്തുണ്ടാവണം? ഒരു കുത്തുണ്ടാവണം. അതുകൊണ്ടാണ് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ് ടു ദ യൂസേജ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനർ എപ്പോഴും പൊട്ടനൊന്നുമല്ല. ചോദ്യം ഇടുന്ന ആൾ എപ്പോഴും വലിയ ബുദ്ധിമാനായിരിക്കും. അയാൾ എപ്പോഴും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും ഒരു ഹിന്റ് ഒളിപ്പിച്ചു, അക്കോർഡിംഗ് ടു ദ യൂസേജ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ യൂണിറ്റ്സ് എഴുതുമ്പോൾ പാലിക്കേണ്ട കൺവെൻഷൻസ് ഫോളോ ചെയ്ത് വേണം ആൻസർ ചെയ്യാൻ എന്നർത്ഥം. അപ്പൊ കോമ്പൗണ്ട് യൂണിറ്റ് എഴുതുമ്പോൾ സ്പേസ് അല്ല വേണ്ടത്, സ്പേസ് ഇട്ടാലും മതി, കുത്തുണ്ടാവണം ഇടയിൽ. മനസ്സിലായോ? വൈൽ റൈറ്റിംഗ് എ കോമ്പൗണ്ട് യൂണിറ്റ് യു ഹാവ് ടു ഐദർ ലീവ് എ സ്പേസ് ഓർ യു ഹാവ് ടു പുട്ട് എ ഡോട്ട്. ദാറ്റ് ഇസ് എ റൂൾ. പിടികിട്ടിയോ? ഈ യൂണിറ്റ് എല്ലായിടത്തും വരുന്നതുകൊണ്ട്, ഇവിടെ യൂണിറ്റ് വന്ന് കയറിയോണ്ട് ഞാൻ അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഹാവ് യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? വേണ്ടല്ലോ. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഓർത്തുള്ള യൂണിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ഏത് ചാപ്റ്റർ എടുത്താലും, ഫിസിക്സിന്റെ ഏത് പാഠത്തിൽ പോയാലും യൂണിറ്റ് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഈസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്, അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്.
നമ്മളിപ്പോ പറഞ്ഞു ടെസ്ല എന്ന് പറഞ്ഞാൽ SI യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം, വാട്ട് ഈസ് എ CGS യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ CGS യൂണിറ്റ് അറിയാമോ നിങ്ങൾക്ക്? ഗോസ് ആണ്. മാറിപ്പോലെ ഗോസ് തിയറം ഒക്കെ പഠിച്ചല്ലേ നിങ്ങള്? പഠിച്ചു, എല്ലാം ഞങ്ങൾ പഠിച്ചു സാറേ, പക്ഷെ ഒന്നും ഉത്തരം പറയത്തില്ല. ഗോസ് ആണ് കേട്ടോ, CGS യൂണിറ്റ് എന്താ? ഗോസ് ആണ്. ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ പേപ്പർ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. CGS യൂണിറ്റ് ഗോസ് വരും. ഗോസും ടെസ്ലയും തമ്മിലുള്ള ബന്ധം പറയാമോ, റിലേഷൻ പറയാമോ? 1 ഗോസ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്ന അറിയാം? 1 ഗോസ് 1 ഗോസ് ഈക്വൽ ടു 10 പവർ ഓർ 10 റേസ് ടു എത്ര വരും അറിയാമോ? -4 ടെസ്ല. ആണോ? മറക്കല്ലേ, 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10 റേസ് ടു -4 ടെസ്ലയാണ്. ഒരു ഗോസ് എന്ന് പറഞ്ഞാൽ 10 റേസ് ടു -4 ടെസ്ലയാണ്. ടെസ്ല. ഓക്കെ, ഈ നമ്മുടെ എർത്തിന് എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാമോ? യു നോ അവർ എർത്ത് ഈസ് എ ഹ്യൂജ് മാഗ്നറ്റ്. എർത്തിന്റെ അന്തരാളങ്ങളിൽ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലെ മാഗ്നറ്റ് ഉണ്ട്, അല്ലെ എർത്തിനെ സറൗണ്ട് ചെയ്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദ ക്വസ്റ്റൻ ഈസ് വാട്ട് ഈസ് എർത്ത് മാഗ്നറ്റിക്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാമോ? നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ക്വസ്റ്റൻ ആയിട്ടൊന്നും വരത്തില്ല. പക്ഷേ ഈ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് കൊണ്ട് 3.6 × 10⁻⁵ ആണ് കേട്ടോ. 3.6 × 10⁻⁵ ടെസ്ലയൊക്കെ വരും ഏകദേശം, അപ്രോക്സിമേറ്റ്. Okay, I hope these points are clear. ഈ പോയിന്റ്സ് ക്ലിയർ ആണല്ലോ അല്ലേ? Yes, sir. ഇതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പറഞ്ഞു. ഇനി അടുത്ത പറയാൻ പോകുന്ന ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ആണ്. ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പാർട്ടിക്കിള്, സാർ പറയുന്നത് കേൾക്കണേ, ഒരു പാർട്ടിക്കിള്, അത് ഒരു ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ചാർജ് പാർട്ടിക്കിൾ, ഒരു ചാർജ് പാർട്ടിക്കിള് ഇലക്ട്രിക് ഫീൽഡിൽ ആയിരിക്കുന്ന സമയത്ത് മൂവ് ചെയ്യുന്നു ഞാൻ മിണ്ടുന്നതേ ഇല്ല. മൂവ് ചെയ്യാൻ റെസ്റ്റിലാവാം. മറ്റേടത്ത് നിർബന്ധമായിട്ട് ഞാൻ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ എ ഓർ ആക്ടിങ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. എന്നാൽ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് പറയുമ്പോൾ ഞാൻ മൂവിങ് എന്ന് പറയുന്ന കണ്ടീഷൻ നിർബന്ധമായിട്ട് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ് പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് ഓർ മൂവിങ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ റെസ്റ്റിലായിരിക്കുന്ന അല്ലെ മൂവിങ് ആയിരിക്കുന്ന പാർട്ടിക്കിളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണെന്ത്? ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇക്വേഷൻ എങ്ങനെ വരുന്ന അറിയാമോ? F is equal to, അല്ലെ ഇലക്ട്രിക് ഫീൽഡ് അതുകൊണ്ട് F എന്ന് എഴുതിക്കോ. F is equal to QE. F is equal to QE. F is equal to എന്താ? QE. F is equal to QE. So it is a electric Lorentz force is a force experienced on a charged particle at a rest or moving in an electric field. F is equal to QE എന്ന് ഓർത്താൽ മതി. So this is what is electric Lorentz force. Electric Lorentz forceുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും എൻട്രൻസ് എക്സാമിന് ചോദിക്കാറില്ല. കാര്യം ഇത് വലിയ ഒരുപാട് മാത്തമാറ്റിക്കൽ ലെവലിലേക്ക് ഒന്നും നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന സാധനത്തിന് പറ്റത്തില്ല. നമുക്ക് ഒത്തിരി മാത്തമാറ്റിക്കൽ പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ലോറൻസ് ഫോഴ്സ് ഞാൻ വീണ്ടും പറയുന്നു, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ എന്താ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോറൻസ് ഫോഴ്സ്. അപ്പൊ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഞാൻ പറഞ്ഞു, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഞാൻ പറഞ്ഞു. മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്? വെറും ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇലക്ട്രിക് ഫീൽഡിലൂടെ പാർട്ടിക്കിൾ സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലായിരിക്കുന്ന സമയത്തോ ആണല്ലോ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുന്ന സമയത്താണല്ലോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉള്ളത്. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കമ്പൈൻഡ് ഇഫക്റ്റിലൂടെ പോകുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് വെറും ലോറൻസ് ഫോഴ്സ്. വെറും മീൻസ് ലോറൻസ് ഫോഴ്സ്, കേട്ടോ? അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു കമ്പൈൻഡ് ഇഫക്റ്റിലൂടെ പാർട്ടിക്കിൾ പോകുന്ന സമയത്ത്,
അല്ലെ പാർട്ടിക്കിൾ ആയിരിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് ലോറൻസ് ഫോഴ്സ്. പിടികിട്ടിയോ? മറ്റേ ഫോഴ്സ് ആണെങ്കിൽ അവർ എടുത്തു പറയും, ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എടുത്തു പറയും, അല്ലെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എടുത്തു പറയും. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെയും, ഐ റിപ്പീറ്റ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും. അപ്പൊ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് ഇൻ ദ കമ്പൈൻഡ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? Yes, sir. യെസ്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ലോറൻസ് ഫോഴ്സ് നമുക്ക് എഫ് എന്ന് കൊടുക്കാം, ചില ബുക്കിൽ എഫ് സഫിക്സ് എൽ കൊടുക്കാറുണ്ട്. അപ്പൊ ടോട്ടൽ പറയണം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇഫക്റ്റ് പറയണം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇഫക്റ്റ് പറയണം. അതായത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സും പറയണം, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും പറയണം. എഫ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ ഇ നമ്മൾ പഠിച്ചായിരുന്നു, എഫ് ബി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നും പഠിച്ചായിരുന്നു. അപ്പൊ നമ്മൾ കൊടുത്തു, സം ടോട്ടൽ എടുത്തു, മതി, ഇങ്ങനെ എഴുതിയാൽ മതി. ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് എടുത്താൽ മതി. വേണേ ക്യൂ നമുക്ക് കോമൺ ചെയ്യുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ക്യൂ വേണേ കോമൺ ചെയ്യാം, അങ്ങനെ വലിയ സീനൊന്നുമില്ല. ക്യൂ കോമൺ ചെയ്യുവാണെങ്കിൽ അകത്ത് ഇവിടെ ഒരു ഇ വരും പ്ലസ് ഒരു വി ക്രോസ് ബി വരും, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ? കൺസെപ്റ്റ് കിട്ടിയോ? വെക്ടേഴ്സ് ആണത്. ക്ലിയർ ആണോ? Yes, sir. ഇപ്പൊ എഴുതിയ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷനാ? ഇപ്പൊ ഞാൻ എഴുതിയ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷനാ? Lorentz force. വെറും ലോറൻസ് ഫോഴ്സ്. വെറും ലോറൻസ് ഫോഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്ത് വരുവാണെങ്കിൽ സിമ്പിൾ ലോറൻസ് ഫോഴ്സ്. അത്ര ഓർത്താം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോട്ട് ചെയ്യണേ. ഞാൻ പുറത്തുനിന്ന് പറയുന്ന ഒരു ചോദ്യമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. എ ടെസ്റ്റ് ചാർജ് TEST ടെസ്റ്റ് ചാർജ് having 1.6 into 10⁻⁻19 coulomb is moving with a velocity 2i plus 3j. 2i plus 3j meter per second in a magnetic field B is equal to 2i plus 3j. Magnitude exactly same തന്നെ വരും. Weber per meter square. Weber per meter square എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? Weber per meter square എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്ല തന്നെ കേട്ടോ, ടെസ്ലയുടെ വേറെ പേരാ. Weber per meter square എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം as that of Tesla. കേൾക്കുന്നുണ്ടോ പറയുന്നേ? Yes, sir. ഓക്കെ, വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടെസ്ല തന്നെയാണ്, ഓർത്ത് വെച്ചോണം. അല്ലെ ടെസ്ല എന്ന് എഴുതിയാലും മതി. ടെസ്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് and direction of force acting on the test charge. ക്വസ്റ്റ്യൻ കിട്ടിയോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ കിട്ടിയോ? Yes, sir. എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഫോഴ്സ് ആ വേണ്ടത് അല്ലെ? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? അവർ പറയുന്നുണ്ട് മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുന്നു, സംശയം വേണ്ട. അവർ ഉദ്ദേശിച്ച ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സാ. മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുമ്പോ പിന്നെ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവരെടുത്ത് പറയുന്നുണ്ട് ഒരു ടെസ്റ്റ് ചാർജ്. അതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ടെസ്റ്റ് ചാർജ് പറയാമോ? ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? നാണക്കേട്. ടെസ്റ്റ് ചാർജ് എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ചാർജ്.
ചെറിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള പോസിറ്റീവ് ചാർജ്? നിർബന്ധമൊന്നുമില്ല. ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആവണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ചുമ്മാ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷനാണ്. ഈ ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാമോ? ആ പേരിൽ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫിസിക്സുകാര് രണ്ട് തരം ചാർജസിനെ കുറിച്ചാണ് സംസാരിക്കുക, ടെസ്റ്റ് ചാർജും സോഴ്സ് ചാർജും. സോഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആരാണോ ഇലക്ട്രിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുക അവന്റെ പേരാ സോഴ്സ് ചാർജ്. ആ പേരിലുണ്ട് സോഴ്സ്, ഉൽപ്പാദിപ്പിക്കുന്നവൻ. ഇലക്ട്രിക് ഫീൽഡിനെ ഉൽപ്പാദിപ്പിക്കുന്ന ചാർജിന്റെ പേരാണ് സോഴ്സ് ചാർജ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാർജിന്റെ പേരാ ടെസ്റ്റ് ചാർജ്. ആ പേരിൽ തന്നെ ഉണ്ട്. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ചാർജ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ്. നിങ്ങൾ പഠിച്ചു കാണും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ടെസ്റ്റ് ചാർജ് എന്തിനാ കൊണ്ടുവെക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടെസ്റ്റ് ചാർജ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടിയാ. മോൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. സ്മോൾ ചാർജ് ആണ്, വളരെ കറക്റ്റ് ആണ്, പോസിറ്റീവ് ആണ്. പക്ഷെ പോസിറ്റീവ് ആവണം എന്ന് നിർബന്ധം പിടിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ നമ്മൾ വെറുതെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ചിലര് പറയത്തില്ലേ എക്സ് ആക്സിസ് ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കണം. അത് നമ്മൾ പറഞ്ഞേക്കും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ മനസ്സിലാവും, വൈ ആക്സിസിന് പകരം നമുക്ക് അവിടെ എക്സ് എന്ന് എഴുതാറുണ്ട്. അപ്പൊ നമ്മൾ കുറെ നമ്മുടെ കംഫോർട്ടിന് വേണ്ടി നമ്മൾ കുറെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അത് പോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താ അത്? എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി ക്രോസ് ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഇല്ലയോ? ഉണ്ട്. ക്യൂ നിങ്ങളുടെ കയ്യിലുണ്ട്. ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ക്യൂ ഈസ് 1.6 into 10⁻⁻⁹ കൂളംബ്. അപ്പൊ ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ? പ്രോട്ടോൺ ആയിരിക്കും അല്ലെ? പ്രോട്ടോൺ അല്ലേ? പോസിറ്റീവ് ചാർജ് വന്നുകൊണ്ട് പ്രോട്ടോൺ ആയിട്ട് എടുത്തു. 1.6 into അതെന്തെങ്കിലും ആയിക്കോട്ടെ 10⁻⁻⁹ കൂളം. ഓക്കെ, നമുക്ക് ക്യൂ ഉണ്ട്. ഈ വി ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കും പിള്ളേരെ? വി ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ പറയാൻ എന്നോട്. വി ക്രോസ് ബി കണ്ടുപിടിക്കാനുള്ള ഡിറ്റർമിനന്റ് മെത്തേഡ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ IJK കൊടുത്തു. നിങ്ങൾ മാത്തമാറ്റിക്സിലൊക്കെ എന്നെക്കാളും എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, വിയുടെ കമ്പൗണ്ട്സ് പറഞ്ഞേ. വി ക്രോസ് ബി 2ഉം 3ഉം ആണ് അല്ലെ? അപ്പൊ 230 വരും. ഇതും 230 വരും. വരുവോ ഇല്ലയോ? വരും. അല്ലെ? ക്രോസ് പ്രോഡക്റ്റ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ദ മെത്തേഡ് ഓഫ് ഡിറ്റർമിനന്റ്. പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ മക്കളെ? ഇത് ചെയ്യുമ്പോ ചെയ്ത് നോക്കണ്ട. ചെയ്യാതെ തന്നെ ഉത്തരം 0 എന്ന് വരത്തില്ലേ? ചെയ്ത് നോക്കിയാലും 0 വരും, ചെയ്യാതെ 0 വരും. കാരണം എന്താ? ഇഫ് 2 rows are identical, determinant is 0. ചാപ്റ്റർ 4 ഡിറ്റർമിനൻസ്, പ്രോപ്പർട്ടി നമ്പർ 2 or 3 അങ്ങണ്ട. നിങ്ങൾ മാത്സ് പഠിക്കുന്നവരാ അല്ലെ? മാത്സിലെ ഡിറ്റർമിനൻസ് പഠിച്ചവരാണോ നിങ്ങള്? മാത്സിലെ ഡിറ്റർമിനൻസ് പഠിച്ചവരാണോ നിങ്ങള്? ഒന്നും മിണ്ടുന്നില്ല. മെട്രിക്സസ് ഡിറ്റർമിനൻസ് 4ാമത്തെ പാഠം അതെ സാർ പഠിച്ചു. അത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചായിരുന്നോ? ഈ 2 rows or 2 columns are identical, ഡിറ്റർമിനന്റ് ചെയ്ത് നോക്കണ്ട, നോക്കാതെ തന്നെ എത്ര കിട്ടും? 0 കിട്ടും എന്ന് പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലെ? ഇല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സമയമുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഐ എടുത്തു, റോ കോളം ഡിലീറ്റ് ചെയ്തു, ഇങ്ങനെ ചെയ്തു, എങ്ങനെ നോക്കിയാലും ഉത്തരം 0 തന്നെ വരത്തുള്ളൂ. പക്ഷെ എൻട്രൻസ് ഒന്നും പോയിരുന്ന അങ്ങനൊന്നും ചെയ്യരുത്. ഇവിടെ 2 കോളം കണ്ടോ? 230 ഈ കോളം, അതായത് ഈ റോ 2ഉം റോ 3ഉം ഐഡന്റിക്കലാ വന്നേക്കുന്നത്, ഒരുപോലെ വന്നിരിക്കുന്നു. ഒരുപോലെ വന്നാൽ പിന്നെ ചെയ്യേണ്ട, ഉത്തരം എത്ര വരും? 0 വരും. വി ക്രോസ് ബി 0 ആണ്. ക്യൂ ഇൻറ്റു 0. അപ്പൊ ഫോഴ്സ് എത്ര വന്നു? 0. ഫോഴ്സ് എത്ര വന്നു? 0 വന്നു. മനസ്സിലായോ പറഞ്ഞേ? ഫോഴ്സ് അല്ലായിരുന്നു വേണ്ട. ഫോഴ്സ് 0 ആണെങ്കിൽ പിന്നെ ഡയറക്ഷൻ എവിടുന്ന് കൊണ്ടുതരാനാ ഞാൻ? 0 ഒന്നുമില്ല, ഫോഴ്സ് ഇല്ല. നോ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്, സോ നോ ഡയറക്ഷൻ. പിടികിട്ടിയാ? ക്ലിയർ ആണെന്നാണോ ക്ലിയർ അല്ലെന്നാണോ പറയുന്നത്? ക്ലിയർ ആണ് സാർ. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ കളിപ്പിക്കാൻ എടുത്ത ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പൊ 2 റോസ് അല്ലെ 2 കോളംസ് ഐഡന്റിക്കൽ വരുവാണെങ്കിൽ നിങ്ങൾ വെറുതെ ചെയ്ത് സമയം മെനക്കെടുത്ത് കളയണ്ട. 2 റോ അല്ലെ 2 കോളം സെയിം വന്നാൽ എക്സാക്ട്ലി സെയിം വരുവാണെങ്കിൽ ഉത്തരം 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്നല്ല, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ.
പ്രീവിയസ് ഇയറിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ചെയ്യാനുണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കൊടുത്തു ചെയ്യുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, അതിപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നില്ല ഇവിടെ. അതുപോലെ ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ പഠിക്കാം. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് നമ്മളൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുകയെന്ന് കരുതുക. വി ഹാഡ് പ്ലേസ്ഡ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് വേണ്ട. ഇപ്പോ നമുക്കറിയേണ്ടത് എത്ര ഫോഴ്സ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുക. ആർക്കെങ്കിലും ആ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ എത്ര ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ആ ഇക്വേഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സാ വേണ്ടത്, ഐ ഇൻറ്റു എൽ ക്രോസ് ബി ആണ് കേട്ടോ. എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. ഓർക്കുന്നില്ലേ? ഈ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഈ ഇക്വേഷൻ വേണം കേട്ടോ. ഈ ഇക്വേഷന്റെ ഹെഡിങ് എന്താ? നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താ? ദിസ് ഈസ് ദ ഫോഴ്സ് experienced on a current carrying conductor when the conductor is placed in a uniform magnetic field. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി. എൽ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എൽ ബി സൈൻ തീറ്റ വരും അല്ലെ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ഓർഡറിൽ അങ്ങ് എഴുതുവാണ്, ബി ഐ എൽ സൈൻ തീറ്റ എന്ന് വരുമോ? ബി ഐ എൽ സൈൻ തീറ്റ. ഇതുമായിട്ടും ബന്ധപ്പെടുത്തി ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ഈ ഇക്വേഷൻ മറക്കരുത്, ഡെറിവേഷൻ ഒന്നും വേണ്ട, ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഈ എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ക്രോസ് ബി എടുക്കുക, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ. ഓർത്ത് വെക്കാമല്ലോ? ഓർത്ത് വെക്കാമോ? യെസ് സർ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. A wire 12 centimeter long, a wire 12 centimeter long, carrying a current of 2 ampere, is placed perpendicular to a uniform magnetic field. If a force of 0.8 Newton, 0.8 Newton acts on it, calculate the value of magnetic induction. Magnetic induction means magnetic field strength. You have the equation F is equal to BIL sin theta. From that equation, you have to solve for B. You have the equation F is equal to BIL sin theta. From that, B is equal to F by IL sin theta. Please substitute and you will get the answer. Remember one thing, length is given in 12 centimeter. You have to convert centimeter to meter. നിങ്ങൾ സെന്റിമീറ്ററിനെ എന്താക്കണം? മീറ്റർ ആക്കണം. 12 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കി ചെയ്യണേ. This is the equation. ഇവിടുന്ന് B എടുത്താൽ മതി. B is equal to എങ്ങനെ വരും? F by IL sin theta. ഫോഴ്സ് എനിക്കൊന്ന് ഡയറക്ട്ലി തന്നിട്ടുണ്ട് 0.8. I ഉണ്ടോ? കറണ്ട് ഉണ്ടോ? Yes, 2 ampere. Length is 12 centimeter. So 12 into 10 raised to minus 2 meter. Theta is 90. Perpendicular എന്ന് പറയുന്നുണ്ട്. So 90, sin 90. Solve this and tell me the answer. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സോൾവ് ചെയ്യാം. The mathematics is up to you.
Once you got the answer, you can comment or you can tell me directly. Hmm. 3.33 ഒക്കെ വരുമോ കേട്ടോ? 3.33 ടെസ്ല ഒക്കെ വരും. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കുറെ കമന്റ് കാണുന്നുണ്ട്. 3.33 ടെസ്ല. ടെസ്ല. ഓക്കെ, ഫൈൻ. എൻട്രൻസിന് അടുത്തിടെ ചോദിച്ചൊരു ചോദ്യം സാർ ഇങ്ങനെ ഓർക്കാണ്, നമുക്ക് പഠിക്കാനുമുണ്ട്. ഒരു ചാർജ് പാർട്ടിക്കിൾ, ഒരു ചാർജ് ഉള്ള പാർട്ടിക്കിള് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലൂടെ സഞ്ചരിക്കുകയാണെന്ന് കരുതുക. ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് തിങ്ക്, or suppose a charged particle moving in a uniform electric field. What is the nature of the path followed? Nature of path പറയാമോ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലൂടെ സഞ്ചരിക്കുന്ന ചാർജ് പാർട്ടിക്കിൾ ഏത് പാത്തിലായിരിക്കും പോവുക? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് മിക്കവാറും എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. പരാബോളിക് ആയിരിക്കും കേട്ടോ, പരാബോളിക് പാത്ത് ആയിരിക്കും, പരാബോള ആയിരിക്കും കേട്ടോ. If a charged, suppose a charged particle is moving in a uniform electric field, it follows a parabolic path. It follows a parabolic path. ഓർത്തോണം. അതും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അത് ഈ പറയുന്ന പോലെ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ട് എന്നൊരു വേറൊരു ടൈപ്പ് ഫോഴ്സ്. ആ രണ്ട് ടൈപ്പാണ് സാധാരണ കണ്ടുവരുന്നത്. ഇത് നോട്ട് ചെയ്തോ. എ വയർ ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ, എ വയർ ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ ആൻഡ് മാസ് 50 milligram mg lies in a direction, lies in a direction 30 degree east of north, 30 degree east of north. ഇനി അടുത്ത പോയിന്റ് ആയിട്ട് ബാക്കിയായിട്ട് the earth's magnetic field, എർത്തിന്റെ the earth's magnetic field at this site അല്ലെങ്കിൽ at this place എന്തെങ്കിലും എഴുതിക്കോ, is horizontal. At this site is horizontal and has a magnitude of 8 into 10 raised to minus 3 Tesla. 8 into 10 raised to minus 3 Tesla. What current must be passed? What current must be passed through the wire? So that it may float in air. അവർ പറയുന്നുണ്ട് ജിയുടെ വാല്യൂ 10 meter per second square എടുത്തോളാൻ പറയുന്നുണ്ട്. Given the value of G is equal to 10 meter per second square. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു 30 seconds ടൈം തരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ എക്സാക്ട് മീനിങ് എന്ന് മനസ്സിലാക്കി പറഞ്ഞേ.
ആർക്കെങ്കിലും എന്റെ മീനിങ് പറയാമോ? ആലോചിക്കാത്ര സമയം മതി. ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യന്റെ മീനിങ് കിട്ടിയോ? ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യന്റെ ഇൻഇഫക്റ്റ് മീനിങ് കിട്ടിയോ? കിട്ടിയില്ല. ആദ്യത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എ വയർ ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ, മാസ് 50 മില്ലിഗ്രാം. വളരെ ഭാരം കുറഞ്ഞതാണ് കേട്ടോ, 50 മില്ലിഗ്രാമേ ഉള്ളൂ. ഇത് വലിയ ഗ്രാമിലും കിലോഗ്രാമിലും ഒന്നും ആപ്ലിക്കബിൾ ആവുന്ന ഒരു കണ്ടീഷനേ അല്ല ഇത്. 50 മില്ലിഗ്രാം മാത്രം മാസ് ഉള്ള 20 സെന്റിമീറ്റർ മാത്രം നീളമുള്ള ഒരു വയറ് 30 ഡിഗ്രി ഈസ്റ്റ് ഓഫ് നോർത്തിൽ അലൈൻ ചെയ്തിരിക്കുന്നു. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞിട്ടുണ്ട്. എത്ര കറണ്ട് പാസ് ചെയ്താലാണ് ഈ വയറ് താഴെ വീഴാതെ എയറിൽ തന്നെ ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം. നിങ്ങൾ കഴിഞ്ഞ വർഷം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പഠിച്ച സമയത്ത് വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചായിരുന്നോ? ഞാനത് പറയാൻ കാര്യം, നിങ്ങൾ സാധനം പഠിച്ചായിരുന്നു. ഒരു സിലിണ്ടർ നിങ്ങൾ കൺസിഡർ ചെയ്തു. ആ സിലിണ്ടറിനകത്ത് നിങ്ങൾ വേറൊരു സിലിണ്ടർ എടുത്തു. ഇതിനകത്ത് നിറയെ ഫ്ലൂയിഡ് നിറച്ചിരിക്കുകയായിരുന്നു. അതായിരുന്നു സിറ്റുവേഷൻ. ഈ സിലിണ്ടർ ഇതിനകത്ത് ബാലൻസ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു പ്രഷർ ഇങ്ങോട്ടുണ്ട്, ഇവിടുന്ന് ഒരു പ്രഷർ അങ്ങോട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം, ഈ അകത്തെ സിലിണ്ടർ അനങ്ങാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പാലിക്കപ്പെടേണ്ട കണ്ടീഷൻ എന്താ? നമുക്കറിയാം, വെള്ളത്തിലെടുത്ത ഒരു സിലിണ്ടർ വെച്ചാൽ അവനിങ്ങനെ ആടി കളിച്ചോണ്ടിരിക്കും. പക്ഷെ അവൻ അനങ്ങാതെ നിൽക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. പറയാമോ എന്തായിരുന്നു കണ്ടീഷൻ? ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു എന്തായാൽ മതി? ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ് ആയാൽ മതി. അപ്പൊ ബാലൻസ് ആയിക്കോളും. അങ്ങനല്ലേ? അതായത് ഈ ബലവും ഈ രണ്ട് ബലവും ബാലൻസ് ആയാൽ മതി, അവൻ അനങ്ങാതെ നിൽക്കും, ബാലൻസ് ആയിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. അങ്ങനെയല്ലേ? അല്ലെ? രണ്ട് ബലങ്ങൾ, രണ്ട് ഫോഴ്സുകൾ ബാലൻസ് ആവുമ്പോഴാണ് അനങ്ങാതെ നിൽക്കുക. അങ്ങനെ ഓർത്താൽ മതി. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇത്തരം ഒത്തിരി ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ബാലൻസ് ആവുക എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? ഫിസിക്സുകാർക്ക് ബാലൻസ് ആവുക എന്ന് പറഞ്ഞാൽ രണ്ട് ബലങ്ങൾ ഈക്വൽ ആവുക എന്ന് അർത്ഥം. നിങ്ങൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പൊ രണ്ട് ബലങ്ങൾ ഈക്വൽ ആവണം. രണ്ട് ബലങ്ങൾ ഈക്വൽ ആവണം എന്ന് പറയുമ്പോൾ ഇവിടെ വയറിനകത്ത് കറണ്ട് കടന്നു പോകുമ്പോൾ ഏത് ബലമാണ് പിള്ളേരെ ഉള്ളത്? കറണ്ട് കടന്നു പോകുന്ന സമയത്ത് കിട്ടുന്ന ബലം ഇതല്ലേ? F = BIL sin θ അല്ലേ? പിന്നെ മറ്റേ ബലം ഏതാ? മറ്റേ ബലം എന്ന് പറഞ്ഞാല് വേറെ ബലമൊന്നുമില്ല, ആ വയറിന്റെ വെയിറ്റ് ആണ് സെക്കൻഡ് ബലം. മനസ്സിലായോ? അപ്പൊ രണ്ട് ബലങ്ങളായ ഈ ഒരു ഫോഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ഫോഴ്സ് F = mg ആ. താഴെ വീഴാതെ ബാലൻസ് ആവണം എന്ന് പറഞ്ഞാല്, താഴെ വീഴാതെ ഫ്ലോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ബലം ആരെയാ ബാലൻസ് ചെയ്യേണ്ടത്? അവന്റെ വെയിറ്റിനെ അല്ലേ? F = mg എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. ആണോ അല്ലയോ? ആണോ? ആണോ? സംശയമൊന്നുമില്ല. അപ്പൊ ഇവിടെ ആകെ രണ്ട് ഫോഴ്സുകളേ ഉള്ളൂ. ഈ രണ്ട് ഫോഴ്സുകൾ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ആയാൽ മതി. അതായത് BIL sin θ എന്തിന് ഈക്വൽ ആവണം? അവന്റെ വെയിറ്റ് mgക്ക് ഈക്വൽ ആവണം. നമുക്ക് വേണ്ടത് കറണ്ട് I ആ വേണ്ടത്. സോ I = എന്ത് വരും? mg/BL sin θ എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോരെ? കൊടുക്ക, എല്ലാം ഉണ്ട് അവിടെ. mg/BL sin θ, എമ്മിന്റെ വാല്യൂ കൊടുക്കുക, G കൊടുക്കുക, എല്ലാം കൊടുക്കുക. M ഓർക്കണം, 50 മില്ലിഗ്രാം ആണ്. മില്ലിഗ്രാമിനെ കിലോഗ്രാം ആക്കണം. അറിയാമല്ലോ? ഹൗ? എങ്ങനെ മില്ലിഗ്രാം കിലോഗ്രാം ആവുന്നത്? എങ്ങനെ? (10⁻⁻6) ചെയ്താൽ പോരെ? × 10⁻⁻6 ചെയ്താൽ മതി കേട്ടോ. മില്ലിഗ്രാം കിലോഗ്രാം ആവണേ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. 50 × 10⁻⁻6 × G 10 ആണ്. 10 എടുത്തോളാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ടോ അവര്? B എത്ര? വാട്ട് ഈസ് B? B ഉണ്ടല്ലോ അവിടെ. 8 × 10⁻³ അല്ലെ? Is in the question paper. What is L? L is 20 centimeter. 20 centimeter is 0.2 meter into
sin theta, sin 30. Sin 30 is actually 1/2. ഒന്ന് കൊടുത്ത എല്ലാം ക്യാൻസൽ ആവും, പെട്ടെന്ന് സിംപ്ലിഫൈഡ് ആവും. വലിയ മെന്റൽ മാത്തമാറ്റിക്സ് മതി ഇവിടെ. പെട്ടെന്ന് ചെയ്ത് പറഞ്ഞ ആൻസർ എത്ര വരുന്ന ഒന്നുകിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ sin 30ക്ക് പകരം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ 1/2 ആക്കിക്കോ. 1/2. അപ്പൊ നമുക്ക് ഈ 2ഉം 8ഉം വേണേ കട്ട് ചെയ്യാം, 2ഉം 0.2ഉം കട്ട് ചെയ്യാം, എങ്ങനെ വേണേ ചെയ്തോ. സിമ്പിൾ ആയിട്ട് ക്യാൻസൽ ആയി പോക്കോളും. എത്ര വരും എന്ന് പറഞ്ഞേ. കിട്ടിയവരൊന്ന് പറയണേ. ആൻസർ 0.31 ആണോ അമലെ കിട്ടിയേ? 0.31 അല്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. ബാക്കിയുള്ളവരും പറ. മെന്റൽ മാത്തമാറ്റിക്സ് എനിക്ക് ഒന്ന് ഇനഫ് ആണെന്ന് തോന്നുന്നു. കാര്യം 10⁻³ 10⁻6 ക്യാൻസൽ ആവും. 10⁻³ വരും. ആ 2 0 പോകും. പെട്ടെന്ന് സിംപ്ലിഫൈ എടുക്കാൻ പറ്റും. എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. അതെ 0.6 കറക്റ്റ് ആണ്. 0.62 0.63 കറക്റ്റ് ആണ്. 0.63 ആംപിയർ ആണ് എക്സാക്ട്ലി വരിക. കുറെ ആൾക്കാർക്ക് കിട്ടിയെന്ന് തോന്നുന്നു. കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യണം. തിയറിയിൽ സംശയമുള്ളവർ ചോദിക്കണം. പഠിക്കുമ്പോൾ നല്ല കൺസ്ട്രക്റ്റീവ് ആയിട്ട് പഠിച്ചു പോകണം. ഓക്കെ കിട്ടി. ഓക്കെ ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം, അടുത്ത സംഗതിയിലേക്ക് പോകാം. ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് മുമ്പോട്ട് പോയിട്ട് നമുക്ക് എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. നോക്കാം, വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി സെലക്ടർ എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? വെലോസിറ്റി സെലക്ടർ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന ഭാഗമാണ് വെലോസിറ്റി സെലക്ടർ. അല്ലെ ചില ബുക്കിലൊക്കെ വെലോസിറ്റി ഫിൽറ്റർ എന്നൊക്കെ ഉണ്ടാവും. ബോത്ത് ആർ എക്സാക്ട്ലി കറക്റ്റ്. വെലോസിറ്റി ഫിൽറ്റർ എന്ന് പറഞ്ഞാലും വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞാലും ഒക്കെ എക്സാക്ട്ലി ഒന്ന് തന്നെയാണ്. പറയാമോ വെലോസിറ്റി സെലക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പേരിൽ തന്നെയുണ്ട്. അതായത് ഒരു ബി ആരോ പറയുന്നുണ്ട്, പറയൂ. It is a device that is used to select charged particles of a particular velocity. അതെ, ഫ്രം എ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെ, ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ്. അതായത് വ്യത്യസ്ത വെലോസിറ്റി ഉള്ള, ഡിഫറെന്റ് വെലോസിറ്റി ഉള്ള ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസിനകത്തുനിന്ന് നമുക്ക് വേണ്ട വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ മാത്രം എടുക്കാനായിട്ട്, സെലക്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? വെലോസിറ്റി സെലക്ടർ. അതായത് ഇറ്റ് ഈസ് എ സെറ്റപ്പ്. ഡിവൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല, സെറ്റപ്പ് ആണ്. ഇറ്റ്സ് എ സെറ്റപ്പ് ടു സെലക്ട് എന്താ? ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓഫ് എ പർട്ടിക്കുലർ വെലോസിറ്റി from a beam passed through a space having crossed electric and magnetic field. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിനെല്ലാം ഡിഫറെന്റ് വെലോസിറ്റി ആണ്. അതിൽ സെയിം വെലോസിറ്റി ഉള്ള കുറെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. എനിക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ബീം ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിനകത്തുനിന്ന് എനിക്ക് 5 m/s വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ മാത്രം കണ്ടുപിടിക്കണം. എനിക്ക് ഈ സെറ്റപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഈ സെറ്റപ്പ് ഉപയോഗിച്ച്, അല്ലെ ഈ ഫിൽറ്ററിംഗ് മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആവശ്യമുള്ള വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനെ എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. So it is possible to select particles of particular velocity according to the need. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. റിസർച്ച് ഫീൽഡിലൊക്കെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ പറയുന്ന വെലോസിറ്റി സെലക്ടർ.
വെലോസിറ്റി സെലക്ടറിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. V is equal to E by B. വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന സെറ്റപ്പില് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഒന്ന് ഓർത്തോണം. V is equal to E എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് അല്ലെ മാഗ്നിറ്റ്യൂഡ് ആണ്. E by B. മാർക്കല്ലേ? V is equal to E by B. E by B. ഒരിക്കലും എൻട്രൻസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വെലോസിറ്റി സെലക്ടറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ്, താഴെ കുറച്ച് ഡിവൈസ് ഉണ്ട്, ആ ഡിവൈസിനകത്ത് കറക്റ്റ് വന്നത് മാസ് സ്പെക്ട്രോസ്കോപ്പ് ആണ് കേട്ടോ. വെലോസിറ്റി സെലക്ടറിന്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് NCERT ഡിസ്കസ് ചെയ്യുന്നത് മാസ് സ്പെക്ട്രോസ്കോപ്പ്, MASS, മാസ് സ്പെക്ട്രോസ്കോപ്പ്. മാസ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിള് വെലോസിറ്റി സെലക്ടറിന്റെ ആണ് കേട്ടോ. വെലോസിറ്റി സെലക്ടർ മാസ് സ്പെക്ട്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അയോണുകളെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അയോണുകളെ സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മാസ് സ്പെക്ട്രോസ്കോപ്പ്. ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത്, എ സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, എ സ്ട്രീം ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, stream of charged particles is moving undeviated with a velocity of 500 meter per second, with a velocity of 500 meter per second in a region of crossed field, in a region of crossed fields. Crossed field means electromagnetic field. If the magnitude of electric field is 1000 volt per meter, 1000 volt per meter, find the magnitude of the magnetic field. Find the magnitude of the magnetic field. Find the magnitude of the magnetic field. അതായത് നിങ്ങൾക്ക് വേണ്ടത് B ആണ്. B. You have the equation V is equal to E by B. From that you have to find out B. കണ്ടുപിടിക്കുക. You have the equation V is equal to E by B with you and you are asked to find out B. Then it becomes E by B. Just values put ചെയ്താൽ മതി, you will get the answer. E is given there, I think so. Yes. It's 1000. V is 500. So simple, the answer is 2 Tesla, right? Tesla കിട്ടിയോ? Yes, sir. Good. ആപ്ലിക്കേഷൻസ് മറക്കല്ലേ. ഒരെണ്ണം മാസ് സ്പെക്ട്രോമീറ്റർ ആണ്, മാസ് സ്പെക്ട്രോസ്കോപ്പ് എന്നോ സ്പെക്ട്രോമീറ്റർ എന്നോ ഒക്കെ പറയാം. ഈ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന NCERT ഡിസ്കസ് ചെയ്യുന്ന വേറെ കാര്യമുണ്ട്. ഈ വെലോസിറ്റി സെലക്ടർ ഉപയോഗിച്ചാണ് 1897 JJ തോംസൺ E by M റേഷ്യോ കണ്ടെത്തിയത്. നിങ്ങൾക്കറിയാം E by M റേഷ്യോ എന്ന് പറഞ്ഞാൽ ചാർജ് ടു മാസ് റേഷ്യോ എന്നാണ്. ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്താനായിട്ട് JJ തോംസൺ യൂസ് ചെയ്ത സെറ്റപ്പ് ഈ പറയുന്ന മാസ് സ്പെക്ട്രോസ്കോപ്പും വെലോസിറ്റി സെലക്ടറും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ബുക്കിൽ പറയുന്നൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു ഡിവൈസിനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്കൊന്ന് CBSE-കാർക്ക് ഇത്തവണ സിലബസ് ഒന്ന് മോഡിഫൈ ചെയ്ത സമയത്ത് കട്ട് ചെയ്ത് കളഞ്ഞ ടോപ്പിക്കിൽ ഒന്നാ സൈക്ലോട്രോൺ എന്ന് എനിക്ക് തോന്നുന്നു. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? സൈക്ലോട്രോൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. സൈക്ലോട്രോൺ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, ഇതിന്റെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, അത്തരം കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, ആർക്കെങ്കിലും പറയാമോ? വാട്ട് ഡു യു മീൻ ബൈ എ സൈക്ലോട്രോൺ? പഠിച്ചിട്ടില്ല അല്ലേ?
സൈക്ലോട്രോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റിംഗ് ഡിവൈസ്. ഓർ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ യൂസ്ഡ് ടു ആക്സിലറേറ്റ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ടു വെരി ഹൈ എനർജീസ്. അതായത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചാർജുകൾക്ക് ഉയർന്ന എനർജി കൊടുക്കണം. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ചാർജ് പ്രോട്ടോൺസോ എപ്പോഴും ഓർത്തുകൊള്ളുക, ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതായത് എടുത്തു പറയുന്നുണ്ട്, ചില ബുക്കുകളൊക്കെ എടുത്തു പറയുന്നുണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളുകളെ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഈ സൈക്ലോട്രോൺ ഉപയോഗിച്ച് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം, എടുത്തു പറയാം, സൈക്ലോട്രോൺ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ടു വെരി ഹൈ എനർജീസ്. ഉയർന്ന എനർജിയിലേക്ക് ഇല്ലെ, ഉയർന്ന എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ കേട്ടോ. ഈ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ സൈക്ലോട്രോൺ ഉണ്ടായേ പറ്റുള്ളൂ. പാർട്ടിക്കിൾസിനെ വെരി ഹൈ എനർജീസിലേക്ക് ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന പരിപാടി എല്ലാം ചെയ്യുക. അതിനായിട്ട് വെരി ഹൈ എനർജീസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? സൈക്ലോട്രോൺ. മറക്കരുത്. സൈക്ലോട്രോൺ ഇൻവെന്റ് ചെയ്ത 2 സയന്റിസ്റ്റുകളുടെയും പേര് എൻട്രൻസിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ പേരെങ്കിലും ചോദിക്കാറുണ്ട്. പേരറിയാമോ? 1934 MS ലിവിങ്സ്റ്റോണും ഇഒ ലോറൻസൂടെ ചേർന്നാണ് ഈ പറയുന്ന ഡിവൈസ് കണ്ടെത്തിയത്. MS ലിവിങ്സ്റ്റൺ, LIVING, ലിവിങ്സ്റ്റൺ, സ്റ്റോൺ എഴുതുവാണെങ്കിലും സ്റ്റൺ എന്ന് പറഞ്ഞാൽ മതി, STONE, MS ലിവിങ്സ്റ്റൺ ആൻഡ് ഇഒ ലോറൻസ്. ലോറൻസിന്റെ സ്പെല്ലിങ് LAWRENCE ആണ്. ഇഒ ലോറൻസും MS ലിവിങ്സ്റ്റനോടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന സൈക്ലോട്രോൺ നിർമ്മിച്ചത്, കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയാം. ഓക്കെ. ഈ സൈക്ലോട്രോണിന്റെ ആപ്ലിക്കേഷൻസ് എവിടെ വരുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? സൈക്ലോട്രോണിന്റെ യൂസസ് എവിടെ വരുന്നതെന്ന് അറിയാമോ? സൈക്ലോട്രോണിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം ഒന്ന് മെഡിക്കൽ പർപ്പസിലാണ്. മെഡിക്കൽ പർപ്പസ് എന്ന് പറയുമ്പോൾ റേഡിയോ ആക്റ്റീവ്, നമുക്കറിയാലോ, ഈ ക്യാൻസർ പോലെയുള്ള ക്രോണിക് ഡിസീസ് ഒക്കെ വരുന്ന സമയത്ത് അവിടുത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ പറയുന്ന ന്യൂക്ലിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പൊ ഈ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിനെ കൈകൊണ്ടൊന്നും പോയി എടുക്കാൻ പറ്റുകയില്ല. അപ്പൊ എന്ത് ചെയ്യും? സൈക്ലോട്രോൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ഇതൊരു സെല്ലിലേക്കൊക്കെ ടാർഗറ്റ് ചെയ്ത് വിടും. അവിടൊക്കെയാണ് പ്രധാനപ്പെട്ട ഉപയോഗം വരിക. പിന്നെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന കൈകൊണ്ട് പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ. ആൽഫ പാർട്ടിക്കിളിനെ കൈകൊണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒന്നും സാധിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന സൈക്ലോട്രോൺ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അത് നിങ്ങൾ ഓർത്തോണം. സൈക്ലോട്രോണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ, അതായത് എക്സാമിന് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള ഇക്വേഷൻസ് ആണ്. ഒന്ന്, സൈക്ലോട്രോണിന്റെ കൈനറ്റിക് എനർജിയാണ്. അതിന്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞുതരാം. സൈക്ലോട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് Q² B² R² M. ഇതാണ് സൈക്ലോട്രോണിന്റെ കൈനറ്റിക് എനർജി. പാർട്ടിക്കിൾസിന് കിട്ടുന്ന കൈനറ്റിക് എനർജി ഇതാണ്. ഹാഫ് Q² B² R² M ആണ്. ഈ ഫോർമുല നിങ്ങൾ മറന്നു പോകല്ലേ. ഇതുപോലെ തന്നെ സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ കൂടെ വേണം. ന്യൂസി ആണ്, F എന്ന് എഴുതിയാലും മതി, ഇസ് ഈക്വൽ ടു QB/2πm. ഈ 2 എക്സ്പ്രഷനും മറക്കാൻ പാടില്ല. സൈക്ലോട്രോൺ ഫ്രീക്വൻസി is given by the formula ന്യൂ അല്ലെ F എന്ന് എഴുതിയാലും മതി. സഫിക്സിൽ C ആണ്. QB/2πm ആണ് ഫോർമുല. QB/2πm. ഈ ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കും, അല്ലെങ്കിലോ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കും. QB/2πm. അത് 2πm/QB ആക്കുവാണെങ്കിൽ എന്താവും എന്ന് പറയാമോ? Time period.
പറയാമോ? ടൈം പീരീഡ് ആയിട്ട് മാറും. ഇൻ കേസ് ഇനി അങ്ങനെ വല്ലതും ആണെങ്കിൽ ഇനി എന്തായാലും ഇക്വേഷൻ ഇല്ല, അങ്ങനെ പറയണ്ട. നോക്ക, ടൈം പീരീഡ് എന്നാ ചോദിച്ചെങ്കിൽ 2πm/QB എടുത്താൽ മതി. ഫ്രീക്വൻസി എന്നാണെങ്കിൽ QB/2πm, ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സൈക്ലോട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പ്രോബ്ലംസ് എല്ലാം ചോദിക്കുവാണെങ്കിൽ ചെയ്യാൻ അത് മതിയാവും. ഇത്ര മതിയാവും. അത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ½ Q² B² R²/m ഉം സൈക്ലോട്രോൺ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന QB/2πm. കേട്ടോ? ഈ സൈക്ലോട്രോണിന്റെ ലിമിറ്റേഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അതായത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ, ചാർജ് ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് സൈക്ലോട്രോൺ കൊണ്ട് പറ്റുകയില്ല. സൈക്ലോട്രോൺ ഉപയോഗിച്ച് ചാർജ് ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇലക്ട്രോണുകളെ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇലക്ട്രോണുകളുടെ മാസ് വളരെ കുറവാണ്. പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണുകളുടെ മാസ് തന്നെ വളരെ കുറവാണ്. മാസ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവന് സ്റ്റേബിൾ ആയിട്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആക്സലറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇത് തന്നെ ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൈക്ലോട്രോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തേ. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സൈക്ലോട്രോൺ ഫ്രീക്വൻസി അറിയാം. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് that must be applied between the DWS. സൈക്ലോട്രോണിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് രണ്ട് Ds. DWS, Ds of a cyclotron in order to accelerate alpha particle. If the magnetic flux density applied in the cyclotron is 3.14 Tesla. നോട് നീക്കി എഴുതിക്കോ. given mass of proton is equal to 1.67 into 10⁻⁻27 kilogram. എന്തായാലും ആയിക്കോട്ടെ. ക്വസ്റ്റിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കി. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, 3.14 ടെസ്ല. പിന്നെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കി. വേറെ ഒന്നും ഇല്ല. എന്തോ കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്? സൈക്ലോട്രോൺ ഫ്രീക്വൻസി ഓഫ് ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എടുക്കേണ്ടത്. ഫോർമുല എന്തോ? യു ഹാവ് ദ ഫോർമുല വിത്ത് യു. എന്താ അത്? ഫോർമുല എന്ന് പറയാമോ? QB/2πm. QB/2πm. ഓക്കെ, ഒന്ന് ആലോചിച്ച് പറഞ്ഞ്. 1 മിനിറ്റ് സമയം, 1 മിനിറ്റ് ഒന്നും വേണ്ട, 30 സെക്കൻഡ്സ് ടൈം തരാം. അവിടെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇല്ല എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം എന്നോട് പറ. ആൽഫ പാർട്ടിക്കിളിനെയാണ് അവര് ആക്സിലറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ QB/2πm ബി ഉണ്ടല്ലോ അല്ലെ? ബി ഈസ് ഗിവൺ there. അപ്പൊ Q വേണം, M വേണം. അതെവിടുന്ന് കൊണ്ടുവരും? Q വേണം, M വേണം, വേണ്ടേ?
നിങ്ങളല്ലേ പറഞ്ഞ QB/2πm ആ എക്സ്പ്രഷൻ എന്നോട് പറഞ്ഞു. സോ മൈ ക്വസ്റ്റൻ ഈസ് വാട്ട് ഈസ് Q ആൻഡ് വാട്ട് ഈസ് M? B ഈസ് വിത്ത് യു. B നിങ്ങളുടെ കയ്യിലുണ്ട്. B നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട് 3.14 ടെസ്ല എന്നുണ്ട്. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? Q and M? ഈ കണ്ടീഷൻസിനകത്തുനിന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. നമുക്ക് അവര് മാസ് ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട്. നമുക്ക് മാസ് ഓഫ് പ്രോട്ടോൺ തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, നമുക്ക് ആൽഫ പാർട്ടിക്കിളുടെ മാസ് ആണ് വേണ്ടത്. ആൽഫ പാർട്ടിക്കിളുടെ മാസ് എന്ന് പറയുന്നത് 4 times മാസ് ഓഫ് പ്രോട്ടോൺ ആണെന്ന് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രിയിൽ കഴിഞ്ഞ വർഷം ഒരു പക്ഷേ പഠിച്ചു കാണും. അറ്റോമിക് സ്ട്രക്ചറിനകത്ത് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ കണ്ടുപിടിക്കണമെങ്കിൽ 4 times മാസ് ഓഫ് പ്രോട്ടോൺ ചെയ്താൽ മതി. അതിനൊരു മാസ് ഓഫ് പ്രോട്ടോൺ തന്നിരിക്കുന്നത് അതിന് വേണ്ടിയാ. 4 into ചെയ്താൽ മതി. മനസ്സിലായോ പറഞ്ഞേ? അതുപോലെ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 times ചാർജ് ഓഫ് എന്ത് ചെയ്താൽ മതി? 2 times ചാർജ് ഓഫ് ആരാ? E എന്നങ്ങ് എഴുതുക. E എന്ന് പറഞ്ഞാൽ പ്രോട്ടോന്റെ ഇലക്ട്രോണിന്റെ എല്ലാം ഈ സെയിം ആണല്ലോ. 1.6 into അതല്ലേ 10⁻⁻⁹ അല്ലേ? ഈ റിലേഷൻ ഓർത്ത് വെച്ചോണം. മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 4 times മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്ന് പറയുന്നത് 2 times ചാർജ് ഓഫ് പ്രോട്ടോൺ ആണ്. 2e എന്ന് തന്നെ ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് അവിടെ കൊടുത്താൽ പോരെ? മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോന്ന്? അപ്പൊ പ്രോട്ടോണിന്റെ മാസ് തന്നതിന്റെ ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രോട്ടോണിന്റെ മാസേ തരത്തുള്ളൂ. പ്രാക്ടിക്കലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എപ്പോഴും പ്രോട്ടോണിന്റെ മാസേ തരത്തുള്ളൂ. ആൽഫ പാർട്ടിക്കിൾ തന്നെയായിരിക്കും ചോദ്യം. ആൽഫ പാർട്ടിക്കിൾ ആണ് ചോദ്യമെങ്കിൽ 4 times മാസ് ഓഫ് പ്രോട്ടോൺ ചെയ്താൽ മതി. ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് ആയിക്കോളും. 2 times ചാർജ് ഓഫ് പ്രോട്ടോൺ ചെയ്താൽ മതി. ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആയിരിക്കും. പെട്ടെന്ന് സോൾവ് ചെയ്തേ. ഒരു 2 മിനിറ്റ് സമയം പിടിക്കുമായിരിക്കും ചിലപ്പോൾ. കുഴപ്പമില്ല, ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്തേ. സാധിച്ചിട്ട് വെള്ളം കുടിക്കട്ടെ. ഓക്കെ, കൺസെപ്റ്റ് കിട്ടി. അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോ? നിങ്ങള് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ആൻസർ കിട്ടിയോ? ആൻസറിലേക്ക് വന്നായിരുന്നോ? 4 times മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം എത്ര വരുന്നത്. 4 into 1.67 into 10⁻⁻27.
അതൊക്കെ പിന്നെ ചെയ്തെടുക്കാന്നല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ അറിയാമല്ലോ അല്ലെ? നമുക്ക് നിങ്ങൾക്ക് അറിയാം. ചെയ്ത് കഴിഞ്ഞെങ്കിൽ എത്ര കിട്ടിയെന്ന് പറയണേ. ജോർജിനാണോ കിട്ടിയ 2.5 ഇൻറ്റു 10⁻⁷. ശരിയാണ് മോനെ. യൂണിറ്റൂടെ പറഞ്ഞേ. ജോർജിന്റെ ആൻസർ കറക്റ്റാ. 2.5 ഇൻറ്റു 10⁻⁷ കറക്റ്റ് ആണ്. യൂണിറ്റ് പറ. യൂണിറ്റ് പറഞ്ഞേ. ഫ്രീക്വൻസി യൂണിറ്റ് ഇല്ലാതെ ഒന്നും പറയല്ലേ കേട്ടോ. ഹെഡ്സ് ആണ്, ഹെഡ്സ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹെഡ്സ് ആണ്. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹെഡ്സ് ആ വരുന്നത് കേട്ടോ. നിങ്ങൾ യൂണിറ്റ് ചേർത്ത് വേണം പറയാൻ. കാര്യം ഫിസിക്സിലെ യൂണിറ്റ് ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഫെയർ. നമ്മളിപ്പോ എൻട്രൻസിന് പോകുമ്പോൾ യൂണിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, അവിടെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. എന്നാലും യൂണിറ്റ് ചേർത്ത് തന്നെ പറയുക. ജസ്റ്റ് വാല്യൂസ് കൊടുത്താൽ മതി കേട്ടോ. വാല്യൂസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യേണ്ട താമസം ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ക്യൂവിന്റെ വാല്യൂ കൊടുക്കുക. ക്യൂ എത്ര വരും? 2 ഇൻറ്റു 1.6 എന്ന് വരുമ്പോൾ എത്ര വരും? 3.2 വരും അല്ലെ? 3.2 ഇൻറ്റു 10⁻⁻⁹ എന്ന് വരും ഇവിടെ. ഐ തിങ്ക് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ദ ക്വസ്റ്റൻ 3.14. അത് കൊടുത്തു. 2 ഇൻറ്റു അഗെയിൻ ഒരു 3.14 വരും. അപ്പൊ അത് ക്യാൻസൽ ഓഫ് ചെയ്യാം. ആദ്യമേ നമുക്ക് ക്യാൻസൽ ഓഫ് ചെയ്യാം. ഇൻറ്റു വാട്ട് ഇസ് എം? എം എത്ര വന്നു? 4 ഇൻറ്റു MP. 4 ഇൻറ്റു 1.6 എനിക്ക് തോന്നുന്നു 6.68 അല്ലേ വരണ്ടേ? 6.68 ഇൻറ്റു 10⁻⁻27 എന്ന് വരും. റൈറ്റ്. On solving this, solve ചെയ്ത് നോക്കണേ. You will get approximate 2.4 or 2.5 into 10⁻⁷ hertz. അല്ലേ? കാണാമല്ലോ അല്ലേ? ജസ്റ്റ് കൊടുത്താൽ മതി. വാല്യൂസ് ഞാൻ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. 3.14 3.14 ക്യാൻസൽ ചെയ്തു. ഇനി ക്യാൻസൽ ചെയ്യാം. 10⁻⁻27 10⁻⁻19 ക്യാൻസൽ ചെയ്യാം. On simplifying, you will get the answer as 2.4. 2.4 into 10⁻⁷ hertz എന്ന് വരും കേട്ടോ. സോൾവ് ചെയ്ത് നോക്കണം. ഫ്രീക്വൻസിയുടെ SI കൊണ്ട് മറക്കരുത്, ഹെർട്സ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര ഹെർട്സിലാണോ? നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഇന്ത്യയില് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ, എത്ര ഹെർട്സിലാന്ന് പറഞ്ഞേ. എത്ര ഹെർട്സിലാ? 50 ഹെർട്സ്. 120? 120 ഹെർട്സിലാണോ? ഇൻ അവർ കൺട്രി 50 50 ഹെർട്സ്. റൈറ്റ്. 50 എന്നല്ലേ പറഞ്ഞേ? 50 ഹെർട്സ് കേട്ടോ. USA കാനഡയൊക്കെ 60 ഹെർട്സ്. USA കാനഡയിലൊക്കെ 60 ഹെർട്സ് ആണ്. ഇന്ത്യ ഇറ്റ് ഈസ് 50 ഹെർട്സ്. നമ്മുടെ രാജ്യത്ത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന എത്ര വോൾട്ടേജിലാന്ന് പറയാമോ? എത്ര? 220? 230 അല്ലെ 220 വോൾട്ടിലാണോ ഊർജ്ജം? അത് സപ്ലൈ ചെയ്യുന്നതാ. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഊർജം ഡൊമസ്റ്റിക് യൂസേജിന് വേണ്ടി കൊടുക്കുന്നതാണ് 220 വോൾട്ട് അല്ലെ 230 വോൾട്ട്. നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതാണ് 220 വോൾട്ട് അല്ലെ ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി കൊടുക്കുന്നതാണ് 400 വോൾട്ട്. ഞാൻ ചോദിച്ചത് അതല്ല. നമ്മുടെ രാജ്യത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് 50 ഹെർട്സിലാന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ എത്ര വോൾട്ടേജിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്?
കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ നിങ്ങൾ പഠിച്ചായിരുന്നോ? കറണ്ട് ഇലക്ട്രിസിറ്റിയിലൊക്കെ പറയുന്നുണ്ട്. ഇലവൻ kV ആണ് കേട്ടോ. 11,000 വോൾട്ടിലാണ്. 11 kV മീൻസ് 11 into 1000. 11,000 വോൾട്ടിലാണ് രാജ്യത്ത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. 11 kV ഉൽപാദനം 11 kV-യിലാണ്. 11 kV. പിന്നെ അതിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് 220 kV ഒക്കെ ആക്കും. ഒക്കെ നിങ്ങൾ പിന്നെ പഠിച്ചോളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്യുമല്ലോ അല്ലെ? ചെയ്യുമോ? Yes, sir. ഓക്കെ. ഞാൻ ഇത്രയും പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഏതെങ്കിലും തരത്തില് ഇപ്പൊ പറഞ്ഞ സെക്ഷൻസിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പ്രോബ്ലം ഒന്നുമില്ല. ഈ V is equal to E by B ഓർത്ത് വെച്ചോണേ. V is equal to E by B എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. വന്നുകൂടാതെ ഒന്നുമില്ല. ഇക്വേഷൻ വളരെ സിമ്പിൾ ആണെങ്കിലും ചോദിക്കാം. സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ? സൈക്ലോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കൂടെ നോട്ട് ചെയ്തു. എ 2 MeV മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. 2 MeV proton is moving perpendicular to uniform magnetic field. Perpendicular to uniform magnetic field of 2.5 Tesla. Of 2.5 Tesla. What is the magnetic force on the proton? What is the magnetic force on the proton? Magnetic force എന്ന് പറഞ്ഞാൽ അറിയാലോ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. പ്രോട്ടോണിന്റെ മാസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം അത് 1.6 into 10⁻⁻27 കിലോഗ്രാം. 1.6 into 10⁻⁻27 കിലോഗ്രാം. അപ്പൊ എന്ത് തന്നേക്കുന്നത്? കൈനറ്റിക് എനർജി ഓഫ് പ്രോട്ടോൺ ഈസ് ഗിവൺ ദെയർ 2 MeV. MeV എന്ന് പറഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളെ? MeV മെഗാ ഇലക്ട്രോൺ വോൾട്ടിനെ നിങ്ങൾ ജൂൾ ആക്കണം. കാര്യം നമുക്ക് SI സിസ്റ്റത്തിലോട്ട് മാറ്റിയെങ്കിൽ മാത്രമേ ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്യാൻ പോലെ റെപ്പിറ്റേഷൻ പറഞ്ഞാൽ മതിയാവും. 2 MEV മെഗാ ഇലക്ട്രോൺ വോൾട്ട് പ്രോട്ടോൺ is moving perpendicular to uniform magnetic field of 2.5 Tesla. 2.5 Tesla. What is the magnetic force on the proton? What is the magnetic force on the proton? Which means you have to find out the magnetic Lorentz force by the equation F is equal to QVB sin theta or QVB. അപ്പൊ നമുക്ക് QVB sin theta വേണമെന്നില്ല. കാര്യം പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ sin 90 വരും. sin 90 1 ആയതുകൊണ്ട് QVB into 1 QVB എടുത്താൽ മതി. എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. Q ഉണ്ടല്ലോ, പ്രോട്ടോണിന്റെ Q നിങ്ങൾക്ക് അറിയാം. പ്രോട്ടോണിന്റെ Q എന്ന് പറഞ്ഞാൽ 1.6 into 10⁻⁻19 ആണ്. V is given in the question. അല്ല, V ക്വസ്റ്റിനകത്ത് ഇല്ല. V കണ്ടുപിടിക്കണം. B ഉണ്ടോ? B is given in the question 2.5 Tesla. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ പറ? എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. QVBക്കകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് മിസ്സിംഗ് ആണെന്ന് നോക്കുക. മിസ്സിംഗ് ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിക്കേണ്ടി വരും. മിസ്സിംഗ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണ്ടേ? വേണം.
നമുക്ക് F is equal to QVB ആണ് നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ. QVB. ഇതിൽ B ക്വസ്റ്റിനകത്തുണ്ട്, Q നമ്മുടെ കയ്യിലുണ്ട് 1.6 into 10 raised to minus 19. And we have to find out V. V കണ്ടുപിടിക്കാൻ കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. That is 2 MeV. നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ വോൾട്ടിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1.6 into എന്ത് ചെയ്താൽ മതി, 10 raised to minus 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ചേഞ്ച് ആയിക്കോളും. മെഗായെ എങ്ങനെ മാറ്റുക? മെഗാ എന്ന് പറയുമ്പോൾ 10 raised to 6 അല്ലേ കുഞ്ഞുങ്ങളെ, മില്യൺ 10 raised to 6 വരും. അപ്പൊ എത്ര വരും? 2 into 1.6 into 10 raised to minus 13 വരും. 13 ജൂൾ എന്ന് വരും. ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, ഒരുമിച്ചിട്ട് തന്നെ കൊടുക്കുവാണ്, പിന്നെ വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ കൈനറ്റിക് എനർജി ഇതാണ്. ആണോ അല്ലയോ? വേണം ചെയ്തോ. 2 into 1.6 എത്ര? 3.2 അല്ലേ? 3.2 into 10 raised to minus 13 ജൂൾ എന്ന് വരും. വരുമോ ഇല്ലയോ? Yes, sir. കൺവേർഷൻ പിടികിട്ടിയോ? കൺവേർഷൻ പിടികിട്ടിയോ? Yes, sir. യെസ്, മെഗായെ കൺവേർട്ട് ചെയ്തപ്പോൾ 10 raised to 6 വന്നേ കേട്ടോ. ഇലക്ട്രോൺ വോൾട്ടിനെ കൺവേർട്ട് ചെയ്തപ്പോൾ 1.6 into 10 raised to minus 19. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹാഫ് mv². അപ്പൊ കൈനറ്റിക് എനർജിക്ക് പകരം സാർ ഹാഫ് mv² എന്ന് കൊടുത്തു. mv² ഈക്വൽ ടു ഈ 2 അങ്ങോട്ട് പോയി, 2 into 3.2 into അല്ലെ 10 raised to minus 13 എന്ന് വന്നു. v² ഈക്വൽ ടു എന്ത് വരും? m താഴെ വരും. അപ്പൊ 2 into 3.2 into 10 raised to minus 13 by m. m എത്രയാ? m is given in the question തന്നെ ഉണ്ട്. 1.6 into 10 raised to minus 27 ഉണ്ട്. v² എന്ന് v എടുക്കുമ്പോ റൂട്ട് എടുത്താ പോരെ, അപ്പൊ v കിട്ടും. ആ v യുടെ വാല്യൂ F is equal to QVB സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇത് എത്ര വരും നോക്കിയേ. ഈസി ആയിട്ട് നമുക്ക് 3.2 1.6 കട്ട് ചെയ്ത് കളയാം. 10 raised to minus 13 10 raised to minus 27 കട്ട് ചെയ്ത് കളയാം. മിച്ചം എത്ര വന്നു നോക്കാമോ? പെട്ടെന്ന് ചെയ്ത് പറഞ്ഞ് വെലോസിറ്റി എത്രയാണെന്ന് പറ ആദ്യം. വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഈ ഫോഴ്സിനകത്ത് കൊടുത്താൽ മതി. യു വിൽ ഗെറ്റ് ദ ആൻസർ. പറഞ്ഞേ കുഞ്ഞുങ്ങളെ. ചെയ്യുമ്പോ എത്ര വരും? 1.6 3.2 ക്യാൻസൽ ചെയ്തോ. So 2 into 10 raised to 7. യെസ്, എക്സാക്ട്ലി. അത് 2 into 10 raised to 7 തന്നെ വരും. കാര്യം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, 2 into 4 വരും, 4 പുറത്ത് വരുമ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 2 വരും, minus 27 മുകളിലോട്ട് പോകുമ്പോൾ plus 27 ആയി അല്ലെ. അപ്പൊ അത് 10 raised to 14 ആവും. റൂട്ടിന് പുറത്ത് വരുമ്പോൾ 10 raised to 7 ആവും. ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? ഇത് F is equal to QVB യിൽ കൊടുത്തേ. Q is 1.6 into 10 raised to minus 19. V ഇപ്പൊ കിട്ടി 2 into 10 raised to 7. B നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു, ക്വസ്റ്റിനകത്തുണ്ട് 2.5. സോൾവ് ചെയ്യേ and you will get the answer. സോൾവ് ചെയ്ത് പറഞ്ഞേ.
ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 8 × 10⁻⁻12 ന്യൂട്ടൺ. എക്സാക്ട്ലി കറക്റ്റാ. 5-6 പേർക്കൊക്കെ ഉത്തരം കിട്ടി. 6 കുറച്ച് പേർക്ക് കിട്ടി അല്ലേ? ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടോ? കിട്ടിയവര് കമന്റ് ചെയ്യാമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നിങ്ങൾ ഉണ്ടെന്ന്. ഓക്കെ, സാൻഡ്ര ചാൾസിന് കിട്ടിയോ? മരിയ മാത്യുവിന് കിട്ടിയോ? അനന്യ വേണു കിട്ടിയോ? ലിസിന് കിട്ടിയോ? ഓക്കെ, ഓക്കെ, കിട്ടി. ഓക്കെ, ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ വേറൊരു നല്ല ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തു. കാൽക്കുലേറ്റ് the ratio of the എൻട്രൻസിന്റെ ചോദ്യമാണ്. റേഷ്യോ ഓഫ് ദ റേഡിയൈ of the paths when an electron and a proton enter at right angles to a uniform magnetic field with the same എഴുതിയിട്ട് 3 കേസ് ഉണ്ട്. with the same എഴുതിയിട്ട് ഫസ്റ്റ് ആയിട്ട് എ എന്ന് എഴുതുക വെലോസിറ്റി, ബി എന്ന് എഴുതുക മൊമെന്റം, ആൻഡ് സി എന്ന് എഴുതുക കൈനറ്റിക് എനർജി. I will repeat. Calculate the ratio of the radii of the paths when an electron and a proton enter at right angles to a uniform magnetic field with the same velocity, momentum and kinetic energy. ഒറ്റ കാര്യം മാത്രം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. Given MP by ME, MP എന്ന് ഉദ്ദേശിക്കുന്ന മാസ് ഓഫ് പ്രോട്ടോൺ എന്നാണ്, ME എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. Given MP by ME is equal to 1840, 1840. ഇക്കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവർ പറഞ്ഞ റേഷ്യോസ് എടുക്കും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Calculate the ratio of radii of the path ആണ് കേട്ടോ. സെയിം വെലോസിറ്റി ആകുമ്പോഴുള്ളത് വേണം, സെയിം കൈനറ്റിക് എനർജിയുടെ വേണം, സെയിം മൊമെന്റത്തിന്റെ വേണം. ഞാൻ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം, ബാക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഇപ്പൊ ഫസ്റ്റ് എന്തോ പറഞ്ഞേക്കുന്നത്, വെലോസിറ്റി സെയിം ആവുന്ന കേസ് നമുക്ക് നോക്കാം. 3 കേസും പ്രത്യേകം ചെയ്ത് നോക്കാനാ പറഞ്ഞേക്കുന്നത്. ആദ്യം വെലോസിറ്റി സെയിം ആവുന്ന കേസ് നമുക്ക് നോക്കാം. വെലോസിറ്റി സെയിം ആവുമ്പോ റേഡിയസുകളുടെ റേഷ്യോ എങ്ങനെ വരുന്നു നോക്കാം.
അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല വേണം. സൈക്ലോട്രോണിനകത്ത് റേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല വരുന്നുണ്ട്. ആർ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷെ, ആർ ഇസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി. ഇതാണ് ഫോർമുല. എം വി ബൈ ക്യൂ ബി ആണ് നമ്മുടെ റേഡിയസ് കണ്ടുപിടിക്കുന്ന ഫോർമുല. നമുക്ക് വേണ്ടത് കമ്പയർ ചെയ്യേണ്ട ആരൊക്കെയാ? പ്രോട്ടോണെ ഇലക്ട്രോണിനെയാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പം ഒരു കാര്യം ചെയ്യാം, ആർ പി എടുക്കാം. ഫസ്റ്റ് കേസ് എടുക്കുന്നത്. ഫസ്റ്റ് കേസിന്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് കേസിൽ എന്തെടുക്കുന്ന അവർ പറഞ്ഞേക്കുന്നത് എന്താ? പ്രോട്ടോണിന്റെ വെലോസിറ്റിയും ഇലക്ട്രോണിന്റെ വെലോസിറ്റിയും സെയിം ആവുന്ന കേസ് എടുക്കാനാവും. അതായത് വി പിയും ബിയും ഈക്വൽ ആവുന്ന കേസ് എടുക്കാനാ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. ഇതാ നമ്മൾ ഈ കണ്ടീഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആർ ഇസ് ഈക്വൽ ടു എം വി ബൈ ക്യൂ ബി. പ്രോട്ടോണിന്റെ അർത്ഥം വരത്തക്ക രീതിയിൽ ഞാൻ ആർ പി എന്ന് എഴുതി. ആർ പി ഇസ് ഈക്വൽ ടു അപ്പൊ എങ്ങനെ വരും? മാസ് വ്യത്യാസമാണ്. അപ്പൊ എം പി വി പി, ക്യൂവിനെ ക്യൂ എന്ന് തന്നെ എഴുതാം. കാര്യം എന്താ? ഇലക്ട്രോണും പ്രോട്ടോണും ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസമില്ല, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസമില്ല. അതുകൊണ്ട് ഞാൻ ക്യൂബിയെ ക്യൂബിൻ തന്നെ എഴുതുക. ഇലക്ട്രോണിന്റെ വരുമ്പോ എങ്ങനെ വരും? എം ഇ വിഇ ബൈ ക്യൂബി. ഇത്രയും സംഗതി ക്ലിയർ ആണോ? ഇത് പ്രോട്ടോണിന്റെ റേഡിയസ് എഴുതി, ഇലക്ട്രോണിന്റെ റേഡിയസ് എഴുതി. കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുവല്ല ചെയ്യുന്നത്. ആർ പി ബൈ ആർ ഇ എടുക്കാൻ പോകണം. ആർ പി ബൈ ആർ ഇ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ താഴത്തെ ഡിനോമിനേറ്റേഴ്സ് വെട്ടിപ്പോവും. ആര് തന്നെ വരും? എം പി വി പി ബൈ എം ഇ വിഇ എന്ന് വരും. ആണോ? ക്വസ്റ്റിന് ഈ വി പിയും വിയും കട്ടായി പോകും. കാരണം എന്താ? വി പി ഈക്വൽ ടു വിഇ ആ. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് വി പിയും വിഇയും ഈക്വൽ അല്ലേ? ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ വെട്ടിപ്പോവല്ലോ. അപ്പൊ ഇതും പോയിട്ടോ ആര് വന്നു? ഉത്തരത്തിനകത്ത് എം പി ബൈ എം ഇ എന്ന് മാത്രം മതി. ഈ എം പി ബൈ എം ഇ എത്രയെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാ? 1840. സോ ആ 1840 തന്നെ ഇവിടെ എന്ത് വരും? ആൻസർ ആയിട്ട് വരും. മനസ്സിലായോ പറഞ്ഞേ? മനസ്സിലായോ? ഓക്കെ, ഗുഡ്. റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഒന്നുകൂടെ പറയണോ? വേണ്ട. രണ്ടുപേർക്കും സെയിം വെലോസിറ്റി വന്ന കേസാണ് ഞാൻ ചെയ്തത്. രണ്ടുപേർക്കും സെയിം മൊമെന്റം വരുന്ന കേസും സെയിം കൈനറ്റിക് എനർജി വരുന്ന കേസും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യണം. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ റെഡി ആയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തോളാം. മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്തോളാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാൻ റെഡി ആയത്തക്ക രീതിയിൽ വരണം. അത് 3-4 ടോപ്പിക്സ് ഇതിൽ പറയാനുണ്ട്. ബയോട്ട് സവാർഡ് ലോ പറയണം, ആംബിയസ് സർക്യൂട്ടൽ തിയറം പറയണം, അതിന്റെ ആപ്ലിക്കേഷൻസ് പറയണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുഴപ്പമില്ല, പെട്ടെന്ന് പറയാവുന്നേ ഉള്ളൂ. ഈ പ്രോബ്ലം ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് 12 മണി വരെ അല്ലേ സമയം? ആണോ? Okay. So we have 2 minutes more. എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടോ? ചോദിക്കാൻ ഇത്ര നേരം ഞാൻ പറയുമല്ലായിരുന്നു. ഇനി നിങ്ങൾ പറ. We have 2 minutes. 2 minutes ഉണ്ട്. 2 മിനിറ്റ് ഉണ്ട്. ആ 2 മിനിറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്നോട് പറ. ഞാൻ മാത്രം പറഞ്ഞാൽ പറ്റിയല്ല. ഈ മൊമെന്റത്തിന്റെ കേൾക്കാൻ വയ്യ? ഒന്നുകൂടെ പറഞ്ഞേ സാർ. ഈ സെയിം മൊമെന്റം വെച്ച് ചെയ്യുമ്പോൾ സാറേ അത് എം ബി ബൈ എം ഇ എന്നല്ലേ വരുന്നു? ചെയ്തു നോക്കണം. മൊമെന്റത്തിന്റെ ഏത് ഫോമില യൂസ് ചെയ്യാൻ പോകുന്നത്? സെയിം മൊമെന്റ് എന്ന് പറയുമ്പോൾ ഏത് ഫോമില യൂസ് ചെയ്യും? സെക്കൻഡ് കേസിൽ സെയിം മൊമെന്റ് ആവാം. എം പി ബൈ എം ഇ തന്നെ വരും അല്ലേ? വരും. മൊമെന്റോ നിങ്ങൾ ചെയ്ത് നോക്കണം, കൈനറ്റിക് എനർജി ചെയ്ത് നോക്കണം, ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ് ഞാൻ വരുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. പേരെന്തോ? ഇപ്പൊ എന്നോട് ചോദിച്ച ആളുടെ പേരെന്താ? എന്തോ? അമൽ. അമൽ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ചാവറിലാണ് പഠിക്കുന്നത്. പറഞ്ഞ എന്തെങ്കിലും ചോദിക്കണ്ടോ? ചോദിക്കട്ടോ.
നിങ്ങളെല്ലാം ഫ്രം കോട്ടയം ഒക്കെ ആണോ? ഫ്രം കോട്ടയം നിയർ ബൈ ആണോ? Yes, sir. Okay. Yes.